നമസ്കാരം. ആദരണീയനായ ദയാപുരം പാട്രൺ CT സർ, അൽ ഇസ്ലാം ചാരിറ്റബിൾ ട്രസ്റ്റ് മെമ്പർ ഡോക്ടർ MM ബഷീർ സർ, ദയാപുരം വോളണ്ടിയർ ആഷി സർ, ദയാപുരം റെസിഡൻഷ്യൽ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗം നസീർ സർ, പ്രിയപ്പെട്ട അതിഥികളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ ദയാപുരം കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ 40 വർഷത്തിലധികമായി ദയാപുരം മനുഷ്യ അധ്വാനത്തിന് നൽകുന്ന ബഹുമാനം, വേർതിരിവില്ലാത്ത തൊഴിൽ സംസ്കാരം, പരസ്പരം പൂരകങ്ങളായ ഒരു കൂട്ടം ആളുകളുടെ പ്രയത്നം, അതാണ് ഇന്നത്തെ ദയാപുരം. ഇവിടെ വിവിധ ആളുകൾ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ എന്നതിനപ്പുറം മറ്റൊരു വേർതിരിവും കാണാതെ ഈ ദയാപുരം കുടുംബത്തിൻ്റെ ഭാഗമാണ്. നമുക്കറിയാം, ഏതൊരു സംസ്കാരവും ഏതൊരു പ്രസ്ഥാനവും വളരുന്നതും നിലനിൽക്കുന്നതും പിന്നിൽ നിന്ന് അതിനെ ചലിപ്പിക്കുന്ന ആളുകളുടെ അധ്വാന ഫലമാണ്. ആളുകൾ ചെയ്യുന്ന പ്രവൃത്തിക്കപ്പുറം ആ പ്രവൃത്തിയുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കി ആളുകളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനും മനുഷ്യർ തമ്മിൽ വേർതിരിവില്ലാതെ ജീവിക്കാനുള്ള സംസ്കാരം കുട്ടികൾക്ക് പകർന്നു നൽകാനും ദയാപുരത്തെ ഞങ്ങളെപ്പോലുള്ള ആളുകളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രിയങ്കരരായ ഗുരുതുല്യരായ ബഷീർ സാറും CT സാറുമാണ്. വളരെ ആദരവോടുകൂടി ദയാപുരത്തിൻ്റെ പാട്രൺ CT സാറിനെയും ദയാപുരം അൽ ഇസ്ലാം ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗം ബഷീർ സാറിനെയും സ്നേഹാദരങ്ങളോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശ്രാമം ദയാപുരത്തെ 40 വർഷം കാലമായി ദയാപുരത്തെ ദയാപുരമാക്കി മാറ്റിയെടുക്കുന്ന ഒരുപാട് ആളുകളുടെ അധ്വാനത്തിൻ്റെ സിമ്പലായിട്ടാണ്, അതിൻ്റെ ഒരു പ്രതീകമായാണ് വിശ്രാമം എന്ന് പറയുന്ന ഒരു സങ്കല്പം ദയാപുരത്ത് വളർന്നു വന്നത്. നമുക്കറിയാം, വർക്കേഴ്സ് ഗാർഡൻ എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ് ഇത് എന്നൊരു ആലോചന മനസ്സിൽ വന്നെങ്കിലും ഏറ്റവും പ്രിയങ്കരായ ലിയോൺ സാറിൻ്റെയും അതുപോലെ തന്നെ ശ്രീ സനം നാരായണൻ്റെയും നേതൃത്വത്തിൽ പ്രതീക്ഷയോടെ ഞങ്ങൾ നോക്കിക്കാണുകയായിരുന്നു ആ ഒരു ഉദ്യാനത്തിൻ്റെ ഓരോ ഘട്ടത്തിലെ പ്രവർത്തനങ്ങളും. ഏറ്റവും മനോഹരമായൊരു ഇടം ദയാപുരത്തെ അധ്വാനിക്കുന്നവർക്കായി നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇതിൻ്റെ തുടക്കകാലം മുതൽ ദയാപുരത്തിൻ്റെ ഈ മനോഹാരിത നിലനിർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന അബ്ദുറഹിമാൻ ഖാ ആണെന്നുള്ളത് വളരെ അഭിമാനത്തോടെ അറിയിക്കുകയാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ഒരു പരിപാടിയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് ശില്പകലാരംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീ രഘുനാഥൻ K, ശ്രീ സുധീഷ് K എന്നിവരാണ്. അവരെ ദയാപുരം കുടുംബത്തിൻ്റെ പേരിൽ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഫൈൻ ആർട്സ് കോളേജ് അധ്യാപികയായ മിസ് പ്രീതി ജോസഫ് വളരെ സ്നേഹത്തോടെ ദയാപുരത്തിനു വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ സിദ്ധാർത്ഥ് ശിവ, അദ്ദേഹം ദയാപുരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പരിചിതനായ വ്യക്തിത്വമാണ്. ഒരിക്കൽ കൂടെ ദയാപുരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. നകാശ്, അദ്ദേഹമാണ് ഈ ചടങ്ങിൽ ചർച്ച നടക്കുമ്പോൾ അതിൻ്റെ മോഡറേറ്ററായിട്ടുള്ളത്. അദ്ദേഹത്തെയും വളരെ ആദരവോട് കൂടിയിട്ട് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദയാപുരം വിശ്രാമത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആദരണീയരായ അതിഥികളെയും ദയാപുരം കുടുംബത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു നിർമ്മാണ പങ്കാളികളായിട്ട് പ്രവർത്തിച്ച 2 വ്യക്തികളാണ് ശ്രീ സജീവ്, ശ്രീ ശ്രീജിത്ത്. അവരെ ആദരവോട് കൂടിയിട്ട് ഓർമ്മിക്കുകയാണ്. അവർ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിശ്രാമത്തിൻ്റെ കൂടെ തന്നെ ദയാപുരത്തെ പൂമ്പാറ്റകളുടെ ഉദ്യാനം, ശലഭോദ്യാനത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിക്കുന്ന ശ്രീ സജീവ് ഉച്ചക്കാവിൽ, നിർമ്മാണത്തിന് സഹകരിച്ച ശ്രീ അനൂപ്, എല്ലാവരെയും ആദരവോടുകൂടി ഓർമ്മിച്ചുകൊണ്ട് അവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദയാപുരം റെസിഡൻഷ്യൽ സ്കൂൾ, ദയാപുരം
ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ള ദയാപുരത്തിൻ്റെ ടീച്ചേഴ്സിനപ്പുറം ദയാപുരത്തെ ഓരോ നിമിഷവും മനോഹരമാക്കുന്ന ദയാപുരത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫ്, ദയാപുരത്തെ ചേച്ചിമാരും, അതേപോലെ തന്നെ നമ്മളെ പ്ലാന്റേഷനിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അങ്ങനെ എല്ലാവരെയും, അവരുടെ പരിപാടിയാണ്. അവരുടെ അധ്വാനത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും വേണ്ടി നമ്മൾ നടത്തുന്ന പരിപാടിയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഇത്രയും മനോഹരമായ ഒരു ഇടം കുട്ടികൾക്ക് നൽകിയതിന്. ഇത് വർക്കേഴ്സ് ഗാർഡൻ ആണെങ്കിൽ പോലും ഈ ഒരു ആശയം ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഇവിടുത്തെ കുട്ടികളെ ആയിരിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ല ഓർമ്മകൾ നൽകാൻ സഹായിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് സ്വാഗതം. ദയാപുരത്തുകാരെ, ഇന്നത്തെ ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള അതിഥികളെ, പ്രിയപ്പെട്ട ചേച്ചിമാർ, ഇവിടുത്തെ മെസ് ജീവനക്കാർ, ഇവിടുത്തെ തോട്ടം ജീവനക്കാർ, അധ്യാപകർ, വിദ്യാർത്ഥിനികൾ, ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫ്, എല്ലാവരും അടങ്ങുന്ന ഒരു കൂട്ടായ്മ 40 വർഷം തികയുന്ന ഒരു സ്ഥാപനം, 40ാം വാർഷിക വേളയിൽ ചെയ്യേണ്ട ഒരു പണി, അതിൻ്റെ സ്വഭാവം, അതിൻ്റെ രീതി, അതിൻ്റെ സത്തയെ അടയാളപ്പെടുത്തുന്ന സ്ഥലങ്ങൾ, ഇടങ്ങൾ, ആ മൂല്യങ്ങളെ പ്രസരിപ്പിക്കുന്ന ഇടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എനിക്ക് 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമത്തെ ഒരു സ്ഥാപനത്തിൻ്റെ കഥയാണ്. 40 വർഷം എന്ന് പറഞ്ഞാൽ അത് 2 തലമുറക്കാലമാണ്. 2 തലമുറക്കാലം ഒരു സ്ഥാപനം അതാദ്യം ആലോചിച്ച ആൾ തന്നെ നടത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു അനുഭവമല്ല. അങ്ങനെ നടന്നൊരു സ്ഥാപനമാണ് ദയാപുരം. സിറ്റി സാറ് ഇത് ആലോചിക്കുന്നു. ഇതിന് അദ്ദേഹം സുഹൃത്തുക്കളുടെ കൂടെ ഇതിന് തുടക്കമിട്ട് ഇത് ജീവിച്ചു വരുമ്പോൾ ഇതിൻ്റെ ഏറ്റവും മനോഹരമായൊരു കാര്യമായിട്ട് ഞാൻ കണ്ടത്, സിറ്റി സാറിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും, അധ്യാപകർക്കോ കുട്ടികളുടെയും കാര്യം മാത്രമല്ല, പ്രവർത്തകരായ ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ കാര്യം മാത്രമല്ല, ഇവിടുത്തെ ഏറ്റവും കൂടുതൽ സിറ്റി സാറിൻ്റെ ശക്തി എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ മെസ്സിലും തോട്ടത്തിലും ഒക്കെ വർക്ക് ചെയ്യുന്ന, ക്ലീനിങ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളിലുള്ള വിശ്വാസമാണ് അവർക്ക് സിറ്റി സാറിലുള്ള വിശ്വാസം തോന്നുന്നു. എനിക്ക് പറയാനുള്ളൊരു സംഭവം, കോവിഡിൻ്റെ സമയത്ത് നമ്മൾ പലതരം പ്രശ്നത്തിലാണ്, സ്ഥാപനം അടച്ചിട്ടു, നമുക്ക് ചിന്ത ചെയ്യേണ്ടതെന്നറിയില്ല. ആ സമയത്തൊരു കാര്യം ഞാൻ ജ്യോതി മിസ്സിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരുന്നത്, വീട്ടിലിവിടെ സ്ഥാപനങ്ങളൊന്നുമില്ല, മെസ്സില്ല, ഹോസ്റ്റലില്ല, ഓഫീസുകളില്ല. അപ്പോൾ ഒന്ന് വിളിച്ച് എല്ലാവരോടും ചോദിക്കണം എങ്ങനെയുണ്ട്, എന്താണ് കാര്യങ്ങൾ എന്ന് ചോദിക്കാൻ പറഞ്ഞപ്പോൾ ജ്യോതി മിസ് പറയുന്നൊരു കാര്യമുണ്ട്. ചേച്ചിമാർ ചോദിക്കുന്നത് സിറ്റി സാർ അവിടെ വരുന്നുണ്ടോ, സിറ്റി സാറിന് സുഖമാണോ എന്നാണെന്ന്. കാരണം ഒരു മനുഷ്യൻ ഒരു മൂല്യമായി മാറുകയും ഒരു അനുഭവമായി മാറുകയും ചെയ്യുന്ന ഒരു ഭാഗം ദയാപുരം, അതാണ് ദയാപുരത്തിൻ്റെ ഒരു മുഖമായിട്ട് നമ്മൾ കാണും. ഇതേപോലെ എനിക്ക് വേറൊരു അനുഭവം ഉള്ളത്, ഇവിടെ കുറച്ചെന്തോ ഒരു പണികളുടെ ഒരു വാട്ടർ ടാങ്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ വളരെ വളരെ കഷ്ടപ്പെട്ടാൽ നമുക്ക് ഒരു ദിവസവും ക്ലാസ് കളയാതെ, അബ്ദുറഹ്മാൻകയും കൂട്ടാളികളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാൽ നമുക്ക് ഒരു ദിവസവും ക്ലാസ് കളയാതെ പിറ്റേന്ന് ക്ലാസ് നടത്തും. സുരേഷ് സാറാണെങ്കിൽ വളരെ നിർബന്ധമാണ്, വർക്ക് കൃത്യമായിട്ട് നടക്കണം, നിർബന്ധ ബുദ്ധിയുള്ള ആളാണ്. അപ്പോൾ അതിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ സാറ് പറഞ്ഞു, വേണ്ട 2 ദിവസം സ്കൂള് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാർ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റും? സാർ പറഞ്ഞു വേണ്ട, കാരണം അവരുടെ ആരോഗ്യം നോക്കണം, അവരുടെ മനസ്സ് നോക്കണം, അവരുടെ സ്വാസ്ഥ്യം നോക്കണം, അതും നമ്മളുടെ പണിയാണ്. അത് വിദ്യാർത്ഥിനികളുടെയും അധ്യാപകരുടെയും ബാക്കിയുള്ളതും പൊതുവൊന്നുമല്ല. അപ്പോൾ ഈ ഒരു പാരസ്പര്യത്തിൻ്റെ കഥ കൂടിയാണ് ദയാപുരം. ഈ സ്ഥാപനം എന്ന് പറയുന്നത് ഇങ്ങനെ പരസ്പരം കരുതുന്ന, പരസ്പരം ശ്രദ്ധിക്കുന്ന, പരസ്പരം ബഹുമാനിക്കുന്ന, പരസ്പരം മനസ്സിലാക്കുന്ന ഒരു പാരസ്പര്യത്തിൻ്റെ കഥയാണ്. അപ്പോൾ ഈ ഒരു 40 വർഷത്തെ ഒരു പൈതൃകം, ഒരു ലെഗസി, ഒരു രീതി നമുക്കിവിടെ വേണം, ഈ മണ്ണിലത് വേണം, ഈ മണ്ണിൽ എല്ലാവർക്കും അത് അറിയണം എന്നുള്ളൊരാലോചന ഇതിൻ്റെ ഭാഗവും സിറ്റി സാറിൻ്റെ അടുത്ത് വന്ന സിറ്റി സാർക്ക് പറഞ്ഞു, നമുക്ക് ഇവർക്കൊക്കെ വേണ്ടി, തോട്ടത്തിൽ പണിയെടുക്കുന്ന ആൾക്കാർക്കും
ബാക്കിയുള്ള അങ്ങനത്തെ നമ്മൾ സാധാരണ ഇപ്പോൾ ടീച്ചേഴ്സ് നന്നായിട്ട് മാർക്ക് കിട്ടിയ കുട്ടികൾ നമ്മളെ വിളിച്ച് ഒരു മെറിറ്റ് മീറ്റിംഗ് ഉണ്ടാവും. നന്നായിട്ട് ചെയ്യുന്ന ടീച്ചേഴ്സിനൊക്കെ മീറ്റിങ്സും കാര്യങ്ങളും സംസാരിക്കാനൊക്കെ സ്ഥലമുണ്ട്. പക്ഷെ ഇതൊന്നും സംസാരിക്കാനില്ലാത്ത ആളുകളെ നമുക്ക് അടയാളപ്പെടുത്തുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യണം ആഷ്ലി എന്ന് പറഞ്ഞെടുത്തുനിന്നാണ് ഈ ഒരു ആലോചന തുടങ്ങും. അപ്പോൾ ഇത് ഒരു 40 വർഷത്തെ ജീവിതത്തെ രേഖപ്പെടുത്തുകയും അതിനൊരു പൈതൃകമാക്കിയിട്ട് മാറ്റുകയും ചെയ്യുന്നൊരു മൊമെൻ്റാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട, വളരെ സന്തോഷം തരുന്ന, വളരെ ആഴമുള്ള ഒരു അനുഭവമാണ് എന്നുള്ളതാണ് ആദ്യം പറയേണ്ട ഒരു കാര്യം. ഏറ്റവും കാണാത്തവരെ, ഏറ്റവും ആരും ശ്രദ്ധിക്കാത്ത എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പണി നടക്കുന്നുണ്ട്, പക്ഷേ ആ പണി എടുക്കുന്ന ആരാന്ന് ആലോചിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, ഒരു ഗ്ലാസ് വെള്ളം അവിടെ വന്നു കഴിഞ്ഞാൽ അതൊരാൾ കിണറ്റിൽ നിന്ന് കോരണം, അത് ഗ്ലാസ് കഴുകണം, അതവിടെ കൊണ്ടുപോയി വെക്കണം, അത് കഴിഞ്ഞ് നമ്മൾ എണീറ്റ് പോയാൽ വേറൊരാളത് ക്ലീനപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ പെട്ടെന്ന് ആലോചിക്കുന്നില്ല. ഇതൊക്കെ നടന്നോളുന്നതാണ്, ഇതൊക്കെ ചെറിയ പൈസ കൊടുത്താൽ കിട്ടുമല്ലോ എന്നുള്ളതാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയൊരു ഇക്കോണമിയാണ്, ഒരു സാമ്പത്തിക മാതൃകയാണ് ഇങ്ങനെ ചെയ്യാനുള്ള. അത് മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ വില കുറയ്ക്കുന്നു, മനുഷ്യൻ്റെ അധ്വാനത്തെ കാണാതിരിക്കുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക അവരോട് കാണിക്കുന്ന ദയവും ആണ് അവർക്കുണ്ടാവുന്ന ഒരു സ്വന്തത്വം. അതിന്നാണ് സ്ഥാപനം നടക്കുന്നതെന്നുള്ളത് ഒരാശയം തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ സംഗതി ഈ 40 വർഷത്തെ അടയാളപ്പെടുത്തി. ദയാപുരം ആരുടേതാണ് എന്ന് ചോദിച്ചാൽ അത് മാനേജ്മെൻറ്റിൻ്റെ ആണോ, ടീച്ചേഴ്സിൻ്റെ ആണോ, കുട്ടികളുടെ ആണോ, നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ ആണോ, അലുമിനിയുടെ ആണോ, ഇവരുടെ എല്ലാവരുടെയുമാണ്. ഏത് സ്ഥാപനവും അങ്ങനെയാണ്. ഒരു സ്ഥാപനവും ഒരാൾ നിൽക്കുന്നില്ല, അങ്ങനെയുള്ളൊരു സ്ഥാപനം നല്ല സ്ഥാപനമല്ല. അത് ഒരു ആശയമായി, ഒരു മൂല്യമായി പടരണം, പ്രസരിക്കണം, വളരണം. അപ്പോഴാണ് അതിനൊരു വിലയുണ്ടാകും. അപ്പോൾ ആദ്യം പറയാനുള്ളത് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ജീവിതത്തിലൊരു നിമിഷമാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് നമ്മൾ ഓർക്കുക. കാരണം ഇതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, ദയാപുരം ഇവിടെ എത്തിച്ചതിൽ നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. There are so many people that one needs to remember, including Sheikh Ansari, who is the inspiration behind the center, his family, Abdul Aziz Ansari, Aisha Ansari, Abdurrahman Ansari. These are all people who have supported us immensely, who have also given us values of care, kindness, understanding, and being there for each other. So it's an extremely important aspect for every single person who's associated with Dayapuram to remember those people. And we also have an event on 15th of August every year where we remember every single person, starting from a managing committee member to a helper, to an office staff, to a mess staff. അവരുടെയൊക്കെ ഫോട്ടോ വെച്ച് നമ്മൾ അവരെ ഓർക്കുന്നുണ്ട്. കാരണം ഇവരുടെയൊക്കെ പ്രാർത്ഥനയാണ്, ഇവരുടെയൊക്കെ അധ്വാനമാണ്, ഇവരുടെയൊക്കെ ഓർമ്മകളാണ് നമ്മളാക്കുന്നത്. വി ദ പീപ്പിൾ ഓഫ് ദയാപുരം എന്ന് പറയാൻ പറ്റുന്ന ആക്കുന്നത് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതാണ് ആദ്യം പറയേണ്ടത്. അപ്പോൾ ആ ഒരു ഓർമ്മയോട് കൂടിയാവണം നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നതും, ഈ ക്യാമ്പസിൽ നിൽക്കുന്നതും, നടക്കുന്നതും, ജീവിക്കുന്നതും. ഇവിടുന്ന് നമ്മൾ എങ്ങോട്ട് പോകുമ്പോഴും നമ്മുടെ കൂടെ കരുതേണ്ട ഒരു വാല്യൂ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ അധ്വാനത്തോടുള്ള ബഹുമാനവും അതിനോടുള്ള കെയറും. അത് ഓരോ സമയത്തും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മളൊരു വസ്ത്രം ധരിക്കുമ്പോഴൊക്കെ ആരുടെയൊക്കെയോ അധ്വാനമാണ് നമ്മൾ എന്നുള്ള ഒരു ഓർമ്മയിലേക്ക് പോകുക എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു പാർക്കിന്, ഒരു സ്ഥലം, ഒരു പണിക്കാരുടെ തോപ്പ് എന്ന് നമ്മളിന്ന് വിളിക്കുന്ന വിശ്രാമത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഇവിടെയുള്ള ജീവനക്കാരുടെ, ഇവിടെയുള്ള അധ്വാനിക്കുന്ന ആളുകൾ നമ്മൾ കായിക അധ്വാനം പറയുന്നത്, ബാക്കിയുള്ള അധ്വാനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പറയുന്നുണ്ട്, സെലിബ്രേറ്റ്. ഇതിനെ രേഖപ്പെടുന്ന ഒരു സെൻറ്റർ വേണം, ഒരു സ്ഥലം വേണം, ഒരിടം വേണം. ആ ഇടം അത് ഓരോരുത്തരുടെയും റിലേഷൻഷിപ്പിനെ, ബന്ധത്തെ മാറ്റണം നമ്മളോടുള്ള. ഇപ്പം നമ്മൾ പട്ടാളക്കാർ മരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞാൽ യുദ്ധ മെമ്മോറിയലാണ് അല്ലേ. അങ്ങനത്തെ മെമ്മോറിയൽസ് ഉണ്ട്. പക്ഷേ ഈ എത്രയോ മനുഷ്യന്മാരുടെ അധ്വാനം ആരും കാണാതിരിക്കുന്നുണ്ട്. അത് നമ്മളെങ്ങനെ കാണും? അങ്ങനെ അടയാളപ്പെടുന്നൊരു സ്ഥലം. രണ്ടാമത്തൊരു കാര്യം, ആ അധ്വാനത്തിലൂടെ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും സാറ് പറയുന്നൊരു കാര്യം, ഇവിടെ പുല്ലരിഞ്ഞ ഒരാൾ, ഇവിടെ വഴിവെട്ടിയ ഒരാൾ, ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയ ഒരാൾ, ഇവിടെ ഓഫീസിൽ ജോലി ചെയ്ത ഒരാൾ, പഠിപ്പിച്ച ഒരാളും ഇവിടുന്ന് വേദനിച്ച് പുറത്തു പോകാൻ പാടില്ല, ഒരാളും, ഒരു കാരണവശാലും. പിന്നെ സാറ് പറയുന്നൊരു കാര്യം, നമ്മൾ പറയുമ്പോൾ തന്നെ സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാവും. അവർക്ക് പലരോടും ഈ സാമൂഹ്യ വ്യവസ്ഥയുടെ കുഴപ്പമാണത്, അങ്ങനെയൊന്നും ആവാൻ പാടില്ല. പക്ഷേ അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ നമ്മൾ അതിനുള്ള ശ്രദ്ധ കൂടി ഇല്ലാതെ നമ്മൾ മോഡേണൈസ് ചെയ്യുന്നു, പുതുതാക്കുന്നു, വലുതാക്കുന്നു എന്ന് പറഞ്ഞൊരു അർത്ഥമില്ല. കാരണം നമ്മുടെ കൂടെയുള്ള ആളുകളില്ലാത്ത വളർച്ച എന്താണ് അതിൻ്റെ കാര്യം? അവരുടെ മനസ്സ് വേദനിച്ചിട്ടുള്ള നേട്ടം എന്താണ് അതിൻ്റെ കാര്യം?
എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫീലിംഗ് കൊടുക്കാൻ പറ്റുന്നൊരു സ്ഥലം ഉണ്ടാവണം എന്നുള്ളതായിരുന്നു വേറൊരു ആലോചന. അതുപോലെ നമ്മൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നൊരു കാര്യം, ഈ ഒരു ചർച്ച തൊഴിലിനെക്കുറിച്ച്, അധ്വാനത്തെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച്, മനുഷ്യ ചരിത്രത്തെക്കുറിച്ച് ജനങ്ങളോട് ദയാവരത്ത് മാത്രമല്ല പുറത്തും പറയാൻ പറ്റുന്ന, പുറത്തുള്ള ആളുകളിലേക്കും എത്തിക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രമാവണം എന്നുള്ളൊരാലോചന. അങ്ങനെയാണ് KL ലിയോൺ, തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് അദ്ദേഹം. ഇതിനു മുമ്പ് തന്നെ വളരെ 20 വർഷമായിട്ടൊരു സൗഹൃദത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഞങ്ങൾ പല രീതിയിലും പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നു. ഇങ്ങനെ വന്ന സമയത്ത് ഞാൻ ലിയോൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു സാധനം സിഡ് സാറ് പറയുന്നുണ്ട്, കേട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു, ഈ ആശയം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, നമുക്ക് എന്ത് ചെയ്യാനും ONV പാർക്ക് നമ്മൾ ചെയ്തിരുന്നു, പിന്നെ ടാഗോർ നികേതൻ നമ്മൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാധനം എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ആലോചന. അപ്പോൾ അതിൽ നമുക്കൊന്നും ധാരണയൊന്നുമില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അൺനോൺ സോൾജർ എന്നൊക്കെ പറഞ്ഞ വലിയ പ്രസിദ്ധമായ ശില്പങ്ങളുണ്ട്, പക്ഷേ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയാണ് ലിയോൺ സനം നാരായണൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. സനം എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ളൊരു പെയിൻ്ററാണ്, ശില്പത്തിലാണ് വർക്കൊക്കെ ചെയ്തത്. അപ്പോൾ സനത്തെ കൊണ്ടുവരുന്നു, ഞങ്ങൾ 3 പേരും കൂടി ഇവിടെ വന്നു. ആദ്യം അവരൊരിക്കൽ വന്നു, പിന്നെ ഞാൻ വന്ന സമയത്ത് വന്നു. ഇങ്ങനെ ചർച്ച ചെയ്ത് ഇങ്ങനെ വന്ന സമയത്ത് ഈ ഒരു ചർച്ചയിലൂടെ ഉണ്ടായി വന്ന ഒരു സ്പേസാണത്. അപ്പോൾ അതിലവിടെ ഒരു സനോട് സജസ്റ്റ് ചെയ്തൊരു ആർച്ചിൻ്റെ ഒരു സാധനം, അതിൽ ചില സജഷൻസ് കൊണ്ടുവരിക, ഒരു മനുഷ്യൻ്റെ ധമനികളുമായിട്ടും ഒരു മരത്തിൻ്റെ ചില്ലകളുമായിട്ട് ബേസ് ചെയ്ത് ഒരു സാധനത്തിലേക്ക് കൊണ്ടുവരിക. പിന്നെ ആ സമയത്ത് ലിയോൺ പറഞ്ഞു അതിന് അധ്വാനം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും പാത്രങ്ങളോ സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതിലൊരു കലപ്പ, അതിൻ്റെയൊക്കെ കൊണ്ടുവരുന്നൊരു കലപ്പ അതിൻ്റെ പിറകിലുമായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ നമ്മൾ മുമ്പേ ആലോചിച്ചിരുന്നു, ആ സ്ഥലം അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ ആ സ്ഥലം ഡെവലപ്പ് ചെയ്യാം, ആ സ്ഥലത്തെ വളർത്താം, എങ്ങനെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ കൊണ്ടുവരാം, അവിടെ ഇരിപ്പിടത്തിൻ്റെ സാധനങ്ങളൊക്കെ വന്ന് അങ്ങനെ ഡെവലപ്പ് ചെയ്തൊരു സംഗതിയാണ്. അപ്പോൾ അതിൽ സജീവൻ എന്ന് പറയുന്ന ലിയോൺ വഴിക്ക് തന്നെ അദ്ദേഹം ഒരു പ്ലാന്റേഷൻ്റെ ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം വന്നു. അങ്ങനെ ഇവരെ കുറേ ആളുകൾ അതിൽ വർക്ക് ചെയ്തു. അങ്ങനെ ഒരു ആഘോഷമായിട്ട്, ഒരു സന്തോഷമായിട്ട് ഇത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ഇവരൊക്കെ തന്നെ പല ആളുകൾ അതിൽ പണിയെടുത്തു. അങ്ങനെ അതിൽ ഇന്ന് ഇവിടെ നിർഭാഗ്യവശാലില്ലാത്ത ഒരാൾ ടിജി എബ്രഹാം, നമ്മുടെ ഡെപ്യൂട്ടി ഡയറക്ടർ, അദ്ദേഹം ദയാവൃത്തിൻ്റെ തന്നെ ഒരു ആവശ്യത്തിൽ ഒരു സ്ഥലത്ത് കുടുങ്ങിക്കിടക്കാണെന്ന് വരാൻ പറ്റിയില്ല. അദ്ദേഹം ഇതിൻ്റെ എല്ലാ ഈടും മുട്ടുമൊക്കെ അനുഭവിച്ച ആൾ, ഇതിൻ്റെ ക്യാൻ കാരിയർ എന്ന് പറയുന്നത് ടിജിയാണ്. ടിജിയുടെ അസാന്നിധ്യം വളരെ സങ്കടകരമാണെന്ന്, കാരണം ഇങ്ങനത്തെ ഒരു മൊമെൻ്റാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു ഇതിലാണ് ഇതുണ്ടായത്. ഇനി മൂന്നാമത് പറയാനുള്ള ഒരു ആശയത്തിൻ്റെ കാര്യമാണ്. കാരണം ദയാവർ എന്ത് ചെയ്യുമ്പോഴും അതിലൊരു ആശയമുണ്ട്. അതായത് ഞാനെപ്പോഴും പറയാറുണ്ട്, 11 അനാഥ കുട്ടികളെ ദയാവരും ജാതിയോ മതവും നോക്കാതെ, വേറെ വേഷങ്ങളില്ലാതെ, വേറെ സ്ഥലം താമസിക്കാനില്ലാതെ, വേറെ ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊടുത്തു പഠിക്കുമ്പോൾ 11 ആളേ ഉള്ളൂ. അത് ഒരിക്കലും ഒരു സാമൂഹ്യ വിപ്ലവം ഉണ്ടാക്കുക ഒന്നും ചെയ്യില്ല. പക്ഷെ ഒരു കാര്യം ചെയ്തു, ഇങ്ങനെയാണ് അനാഥശാല നടത്തേണ്ടത് എന്നൊരു സന്ദേശം കൃത്യമായിട്ട് സമൂഹത്തിന് പറഞ്ഞു കൊടുത്തു. ഇതുപോലെ നമ്മൾ ഈ സ്ഥാപനത്തിൽ ഓരോ മനുഷ്യൻ്റെ അധ്വാനത്തെയും, ഓരോ മനുഷ്യൻ്റെ കഷ്ടപ്പാടിനെയും, ഓരോ മനുഷ്യൻ്റെ സമയത്തെയും ശ്രദ്ധയെയും നമ്മൾ ഓർക്കുന്നുണ്ട് എന്ന് പറയുന്നൊരു മെസ്സേജാണ് ഇതിലുള്ളത്. ഈ മെസ്സേജിന് ഇത് മുമ്പും പലരും, എല്ലാ മതങ്ങളും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ. ഒരു വേർപാറുന്നതിന് മുമ്പ് നിങ്ങൾ കൂലി കൊടുത്തിരിക്കണമെന്നും, നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഇസ്ലാം മതത്തിലുണ്ട്, ക്രിസ്ത്യാനിറ്റിയിലുണ്ട്, ഹിന്ദു മതത്തിൽ, എല്ലാ മതങ്ങളിലും ഉണ്ട്. നമുക്ക് വലിയ ഫിലോസഫേഴ്സ് ഉണ്ട്. മാർക്സ്, ഒരു സാധനം ഉണ്ടാവണമെങ്കിൽ നമുക്ക് പണം വേണം, മൂലധനം വേണം, ഭൂമി വേണം, സാങ്കേതികത വേണം, അധ്വാനവും വേണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അധ്വാനമാണ് എന്ന് മാർക്സ് പഠിപ്പിക്കുക. അത് വലിയ പൊളിറ്റിക്കൽ പ്രത്യശാസ്ത്രമൊക്കെ ആയിട്ട് ലോകം മുഴുവൻ മാറ്റുന്നൊരു സാധനമായി മാറി. ഇതേ സാധനം ഗാന്ധി ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ മോശം ജോലി എന്ന് വിചാരിക്കുന്ന ജോലികൾ ചെയ്യുന്ന ആളുകളെ മോശം ആളുകളായിട്ട് കാണുന്ന അവസ്ഥയെ ഒഴിവാക്കാൻ ഗാന്ധി ഒരുപാട് പണിയെടുത്തു. ഇത് ഒരുപാട് എല്ലാ സ്ഥലത്തുമുള്ള ആർട്ടിസ്റ്റുകളെയും എഴുത്തുകാരെയും സിനിമാക്കാരെയും ഒക്കെ പ്രചോദിപ്പിച്ചൊരു കാര്യമാണ്. ഒരാളുടെ തോളിലാണ്, ഒരാളുടെ അധ്വാനത്തിലാണ് ഇത് നടക്കുന്നത് എന്ന് പറയുന്നത്. ബാലൻ ചുള്ളിക്കാടിൻ്റെ കവിതയിൽ കൂലിപ്പണിക്കാരൻ്റെ ചിരിയിൽ പറഞ്ഞതുപോലെ നീതീർത്ത പാതകളിൽ ഉരുളുന്നു ജീവിതം വീണ്ടും എന്നാണ് എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ആശയം, നമ്മൾ വിചാരിക്കും തൊഴിലാളികളുടെ പ്രശ്നമൊക്കെ മാറി. അങ്ങനെയല്ല, തൊഴിലാളികളുടെ പ്രശ്നം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇവിടെ തൊഴിലാളിയെക്കുറിച്ച് നമുക്കൊരു രാഷ്ട്രീയ ചർച്ച ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മറുനാടൻ തൊഴിലാളികൾ വരുന്നു. അവരെ നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നു. ഓരോ യുദ്ധവും അവകാശങ്ങളില്ലാത്ത തൊഴിലാളികൾ ഉണ്ടാക്കുകയാണ്. അത് ഉക്രൈനിലും പലസ്തീനിലും ഒക്കെ ചെയ്യുന്ന അതാണ്. അത് ലോക മുതലാളിത്തത്തിന് കൊടുക്കുന്ന ഒരു പണിയും എടുക്കാൻ ഒരു അവകാശങ്ങളില്ലാത്ത തൊഴിലാളികളെയാണ്.
അവർക്ക് എത്ര സമയം വർക്ക് ചെയ്യണമെന്നില്ല, അവർക്ക് യാതൊരു അധികാരങ്ങളില്ല. ഇങ്ങനത്തെ ഒരു ലോകം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയേണ്ട കാര്യം അധ്വാനത്തെ പറ്റിയാണ്. നമ്മൾ ഓർക്കേണ്ട കാര്യം ഓരോ സ്ഥലത്തും ആരൊക്കെയോ നമ്മുടെ ആ സഹായത്തെക്കുറിച്ചാണ് എന്ന് ദയാപുരത്തുകാരോട് പറഞ്ഞുകൊണ്ടിരിക്കണം. അതേപോലെ പുറത്തുള്ള ആളുകളോടും പുറത്തുള്ള സമൂഹത്തോട് പറയാനും ദയാപുരത്തിനൊരു ഉത്തരവാദിത്വമുണ്ട്. ഞാനത് തുടങ്ങുന്ന സമയത്ത് സുൽ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങാൻ ഉള്ള അർഹത ഉള്ള സ്ഥാപനങ്ങൾ എത്രയുണ്ട്, തൊഴിലാളികളോട് അവർ പെരുമാറുന്ന രീതി കൊണ്ട്, അധ്വാനത്തെ അവർ കണക്കാക്കുന്ന രീതി കൊണ്ട് എത്ര ആൾക്കാർക്ക് അർഹതയുണ്ട് എന്ന് സാറിൻ്റെ പ്രവർത്തനത്തിലുണ്ടായ ഒരു കാര്യം, ആ അർഹത ദയാപുരത്തിന് വളരെ ആത്മാർത്ഥമായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ആത്മാർത്ഥതയിൽ നിന്നുകൊണ്ട് കലാപരതയിലേക്കും ഒരു പുതിയ ദർശനത്തിലേക്ക്, ഒരാശയത്തിലേക്ക് നമ്മളെ കൂടുതൽ മനുഷ്യരാക്കുന്ന, കൂടുതൽ നന്മയുള്ളവരും സത്യമുള്ളവരും ധാർമ്മികതയുള്ളവരും കാരുണ്യമുള്ളവരുമാക്കുന്ന ഒരു വഴിയിലേക്കുള്ളൊരു യാത്രയാണ്. അതിൻ്റെ ആശയത്തിൻ്റെ വഴിയിലും അതിൻ്റെ ഒരു സമൂഹത്തിൻ്റെ മനസ്സിലും ഈ ഒരു ചെറിയ ഒരു കലാപരമായ ശില്പം ബാക്കിയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദരണീയരായ വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ദയാപുരത്തെ അനേകം ചേച്ചിമാരെന്നാണ് അവരെ വിളിക്കുന്നത്, ചേച്ചിമാരെ, മറ്റ് ദയാപുരത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ദയാപുരം സ്കൂളും കോളേജും ഒക്കെ സാമാന്യം നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഇന്ന് ഇത്തരം സ്ഥാപനങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ സംശയാസ്പദമായ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ദയാപുരം വെറും സ്കൂളും കോളേജുമായി മുന്നോട്ട് പോയാൽ പോരാ, കലാപരമായും സാഹിത്യപരമായും ഒക്കെ പ്രാധാന്യം നേടുന്ന ഒരു സാംസ്കാരിക സ്ഥാപനമായി മാറി എങ്കിൽ മാത്രമേ ഇന്ന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ONV പാർക്കും ടാഗോർ സദനവും വിശ്രാമം എന്ന തൊഴിലെടുക്കുന്നവർക്ക് വേണ്ടി മാത്രം, അവരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ കൂടുതൽ തെളിച്ചമുള്ളതാക്കി തീർക്കാൻ ഏതെല്ലാം തരത്തിൽ സഹായകരമായി തീരുമോ അത്തരത്തിൽ പ്രവർത്തിക്കണം എന്ന ആശയത്തോടു കൂടി ഉണ്ടാക്കിയ വിശ്രാമത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഇവിടെ പഠിക്കുന്ന സ്കൂളിലും കോളേജുകളിലുമൊക്കെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വളരെ കഴിവുള്ളവരാണ് എന്നെനിക്ക് തോന്നുന്നു. ഇന്ന് രാവിലെ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു സംഗതി അനുഭവപ്പെടുകയുണ്ടായി. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ, കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ കാണാൻ വന്നിരുന്നു. അവരുടെ കയ്യിലൊരു പുസ്തകമുണ്ടായിരുന്നു. ആ പുസ്തകം എനിക്ക് തന്നിട്ട് പറഞ്ഞു, സാർ, അവിടെ പഠിക്കുന്ന ഒരു കുട്ടി എഴുതിയതാണ് എന്ന് പറയുകയുണ്ടായി. ഞാൻ കഴിഞ്ഞ സമയം മുഴുവനും ആ പുസ്തകം വായിക്കുകയായിരുന്നു. സാമാന്യം തരക്കേടില്ലാത്ത കവിത, ഇംഗ്ലീഷിലാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നി. ആ കുട്ടി ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കണം. പേര് പറ. Good afternoon. My name is Amna Abdul Ali. ഞാൻ third year BA English Literature student ആണ്. It's a collection of poetry, anthology. Fallen Miseries എന്നാണ് ടൈറ്റിൽ.
and it took me around 2 months to compile it and publish it, and it's really a proud moment for me. Thank you. ഈ കുട്ടിക്ക് നല്ല ഭാവനയുണ്ട്, എഴുതാനുള്ള ഭാഷ മോശമല്ല, ഇനിയും നന്നാകാനുള്ള സമയമുണ്ട്. സാമാന്യം നിലവാരപ്പെട്ട ആ കവിതാസമാഹാരം ഞാൻ വായിച്ചു തീർത്തില്ല, വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ളതായിരിക്കണം ദയാപുരത്തിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ വഴികളാണ് ആഷ്ലി ഇവിടെ പറഞ്ഞത്. കുറേ കാര്യങ്ങൾ പറയണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ നമ്മുടെ അതിഥികൾക്ക് സംസാരിക്കാനുള്ള അവസരമുണ്ടാക്കണം എന്നതുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല. ഇസദറ ഡങ്കൻ എന്ന ഒരു മഹാകലാകാരി ഉണ്ടായിരുന്നു. അവരുടെ മൈ ലൈഫ് എന്ന പേരിൽ ഒരു ആത്മകഥയുണ്ട്. മാധവിക്കുട്ടിയുടെ ആത്മകഥ, ആ ആത്മകഥയെ അനുകരിച്ചെഴുതിയതാണെന്നൊക്കെ പറഞ്ഞ് മലയാളത്തിൽ മുമ്പ് ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിൽ റഷ്യയിൽ പോയപ്പോൾ റോഡിൻ എന്ന മഹാനായ കലാകാരൻ്റെ മുമ്പിൽ ചെന്നിരുന്നിട്ട് എൻ്റെ ഒരു ശില്പം ഉണ്ടാക്കൂ എന്ന് ഇവർ പറയുന്നുണ്ട്. ആ ശില്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ ഇസദറ മനസ്സിൽ വിചാരിക്കുകയാണ്, ദൈവമേ, ആ മനുഷ്യൻ്റെ കയ്യിൽ ഇരിക്കുന്ന ആ ചളിയുണ്ടല്ലോ, ആ പ്ലാസ്റ്റർ ഓഫ് പാരീസ്, അതെ പ്ലാസ്റ്റർ ഓഫ് പാരീസിലാണ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ചലിക്കുന്നുണ്ട്. അതിന് അസാധാരണമായ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥ കണ്ടിട്ട് ഇതാ എൻ്റെ ജീവിതം മുഴുവനും ആ കാൽക്കൽ സമർപ്പിക്കാൻ തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ആ കലാശില്പമുണ്ടല്ലോ, ആ കലാശില്പത്തെ കണ്ടപ്പോൾ എനിക്കിതുപോലെ മനസ്സിൽ ഒരുപാട് ചിന്തകളും വൈകാരികമായ അനുഭൂതികളും അനുഭവപ്പെടുകയുണ്ടായി. അത് ഒരു മരമാണ്. നേരത്തെ ആശ്ലി ഇവിടെ പറഞ്ഞതുപോലെ അത് മനുഷ്യൻ്റെ ഞരമ്പുകളുമായിട്ടും മരങ്ങളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മഹാവനം, മനുഷ്യവനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓരോരുത്തരുടെയും ഭാവനയ്ക്കനുസരിച്ച് സങ്കല്പിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ വഴികളാണ് ഇവിടെ തുറന്നിടുന്നത്. ഇവിടെ ഒരു പൂന്തോട്ടമോ ഒരു ടാഗോർ സദനമോ ONV കുറിപ്പ് നിരന്തരം സ്മരിക്കാനുള്ള ONV പാർക്കോ ഒക്കെ ഇതുപോലെ ഉണ്ടാകും. അടുത്ത ആഴ്ച ഇവിടെ ബഷീർ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യാൻ അടൂർ ഗോപാലകൃഷ്ണൻ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള കലാപരമായ മ്യൂസിയങ്ങളിലൂടെയും സ്ഥാപനങ്ങളിലൂടെയും സ്ഥലങ്ങളിലൂടെയും നമുക്ക് ഈ ദയാപുരം കോളേജും സ്കൂളും ഒക്കെ തന്നെ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ നമുക്കും പങ്കാളികളാകാം. ഇവിടെ വന്നിട്ടുള്ള എല്ലാ അതിഥികൾക്കും, അവരൊക്കെ വളരെ വലിയ ആൾക്കാരാണ്. ഈ സിദ്ധാർത്ഥന് 10 വയസ്സ് പ്രായമുള്ളപ്പോൾ സിദ്ധാർത്ഥനൊരു കവിത എഴുതി കേരള കവിതയിൽ പബ്ലിഷ് ചെയ്ത് അന്ന് ഉദ്ഘാടനം ചെയ്തത്, കേരള കവിത ഉദ്ഘാടനം ചെയ്തത് സിദ്ധാർത്ഥനാണ്. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ എനിക്ക് അറിയുന്ന ആളാണ്. അപ്പോൾ ആ കവിത ഞാനും അയ്യപ്പ പണിക്കൻ സാറും കൂടി എഡിറ്റ് ചെയ്യുന്ന കേരള കവിതയിലാണ് അത് അച്ചടിച്ചു വന്നത്. പക്ഷേ എന്തുകൊണ്ടോ, കവിതയുടെ ദുരവസ്ഥ കൊണ്ടോ സിദ്ധാർത്ഥൻ്റെ മടി കൊണ്ടോ പിന്നെ അദ്ദേഹം കവിതയിൽ ഒന്നും എഴുതിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വേറെ പലതും അദ്ദേഹം എഴുതുകയും അനേകം സിനിമകൾ സംവിധാനം ചെയ്യുകയും അനേകം സിനിമകളിൽ അദ്ദേഹം അഭിനയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ കവിത അദ്ദേഹത്തെ വിട്ടുപോയെന്ന് എനിക്ക് തോന്നുന്നു. വീണ്ടും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രമുഖ ആമുഖം ആശ്ലി തന്നിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഒരു പെട്ടെന്ന് തന്നെ നമ്മൾ ഡിസ്കഷനിലേക്ക് കടക്കാനാണ് ഒരു തീരുമാനം. അതിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഗസ്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ കാലങ്ങളായിട്ട് കലാപരമായും അല്ലെങ്കിൽ ഈ വാസ്തുവിദ്യാപരമായിട്ടും അല്ലെങ്കിൽ
തത്വചിന്തപരമായിട്ടും ചരിത്രപരമായിട്ടും കുറേ ചിന്തകൾ അല്ലെങ്കിൽ കുറേ സമയം ചെലവിടുന്ന ആളുകളാണ് ഇവരെല്ലാവരും. ഞാൻ ഒരു പെട്ടെന്നൊരു ഇൻട്രഡക്ഷൻ തരികയാണെങ്കിൽ നമ്മുടെ ഏറ്റവും സീനിയറായിട്ടുള്ള രഘുനാഥൻ കെ എന്ന് പറയുന്നത് കൊച്ചി ബേസ്ഡായിട്ട് വർക്ക് ചെയ്യുന്നൊരു ശില്പിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ രഘുമാഷ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കോളേജ് ഓഫ് ഫൈൻ ആർട്സ് നിന്നാണ് വിദ്യാഭ്യാസം കഴിഞ്ഞതും പിന്നീട് റാഡിക്കൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സോഷ്യലിസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നടന്ന ഒരു മൂവ്മെൻറ്റിലെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു മെമ്പറാണ്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ കോളേജ് തലത്തിൽ തന്നെ വളരെ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് വളർന്നു വന്ന ആളുകളാണ്. പിന്നീട് നമ്മുടെ പ്രീതി എന്ന് പറഞ്ഞാൽ പ്രീതി ജോസഫ് എന്ന് പറഞ്ഞ ആർട്ടിസ്ട്രിയിൽ നമ്മൾ ഒത്തിരി വർഷങ്ങളായിട്ട് ഒത്തിരി വിദ്യാർത്ഥിനികളായിട്ട് സംവദിക്കുകയും പിന്നീട് പല കാറ്റലോഗുകളും ബ്രോഷറുകളും ചില ഒബ്സർവേഷൻസും പിന്നെ കലയിൽ നടക്കുന്ന പഴയതും പുതിയതുമായിട്ടുള്ള കാഴ്ചപ്പാടുകളും കൊണ്ടുവന്ന ആളാണ്. പിന്നീട് നമ്മുടെ സിദ്ധാർത്ഥ് ശിവ എന്ന് പറയുന്ന ഞാൻ വളരെ ക്ലോസ് റേഞ്ചിൽ നമുക്ക് അത്രയും സമയം നമുക്ക് കിട്ടിയില്ല, പക്ഷേ ഇനിയും സമയം കുറേ എടുക്കുന്നതിനാൽ പക്ഷേ എനിക്കറിയാം സിദ്ധാർത്ഥ് ശിവ എന്ന് പറഞ്ഞൊരു പേഴ്സണാലിറ്റി നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ കാര്യങ്ങളും പോപ്പുലർ ഫിലിം ഇൻഡസ്ട്രിയിലും പാരലൽ ഫിലിം മേക്കിങ്ങിലും രണ്ടിലും ആയിട്ട് നടന്നു പോകുന്നുണ്ട്. പിന്നെ ദയാപുരം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു തരം കൾച്ചറൽ സിനാരിയോയിൽ വളരെ ആക്റ്റീവാണെന്നും ആഷ്ലി എന്നോട് പറയുകയുണ്ടായി. പിന്നെ നമ്മുടെ സുധീഷ് കെ കോഴിക്കോട് തന്നെ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ പഠിച്ച് കോഴിക്കോട് തന്നെ ഒത്തിരി കാലം നമ്മുടെ നാട്ടിൽ നിന്ന് പെയിൻറ്റ് ചെയ്യുന്ന ഒരു പെയിൻറ്ററാണ്. അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങുകൾ വളരെ നമ്മളെ വീടിൻ്റെ ഉള്ളിലുള്ള വളരെ ഡൊമസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളും ഹൈലി ക്രാഫ്റ്റഡ് ആയിട്ടുള്ളൊരു പെയിൻറ്ററാണെന്ന് ഞാൻ പറയും. പിന്നെ രണ്ടാളും കൂടിയുണ്ട്. ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാനും ഒരു സ്കൾപ്ചർ ബാക്ക്ഗ്രൗണ്ടിലാണ് പഠിച്ചതും എനിക്ക് നല്ല രഘുമാഷ പോലെയൊക്കെയുള്ള ടീച്ചേഴ്സിനൊക്കെ കാണാനും അറിയാനും പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫൈൻ ആർട്സ് കോളേജിൽ പഠിപ്പിക്കുന്നു. അപ്പം ഇത്തരം ചർച്ചകളിൽ നമ്മൾ പങ്കെടുക്കാൻ താല്പര്യപ്പെടാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയത്. പിന്നെ രണ്ടാളെന്ന് പറയുന്നത് സനം സി എൻ. എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ കണക്ഷനുള്ള ഒരാളാണ്, പല കാര്യങ്ങളും അത് പിന്നീട് പറയാം. പക്ഷേ ഈ ഒരു വളരെ സർപ്രൈസിങ് ആയിട്ട് അവൻ്റെ ഒരു പെയിൻറ്റിങ് ഒരു സ്കൾപ്ചറൽ ഫോമിലേക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ശില്പം കണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് രസകരമായിട്ട് തോന്നും. പിന്നെ ഉള്ളത് ലിയോൺ ഒരു പെയിൻറ്ററാണ്, ഒരു തിരക്ക് പിടിച്ച പെയിൻറ്ററാണ്. വളരെ സർഫേഷ്യൽ ലൈറ്റും എല്ലാം പ്ലേ ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം 2-3 മാസമായി ഇവിടെ നിന്നിട്ട് വളരെ ഇതിൻ്റെ ഓരോ പൊതുമരാമത്ത് വകുപ്പുകൾ പരിപാടികളൊക്കെ ചെയ്ത് വളരെ ശ്രദ്ധയോടുകൂടി ഓരോ ലൈനും ഓരോ ബ്രിക്കും വെച്ചിട്ട് അതിനെ കൺസ്ട്രക്ട് ചെയ്തെടുത്ത്. പിന്നെ അതിൻ്റെ കോർ ടീം എന്ന് പറഞ്ഞാൽ നമ്മുടെ അബ്ദുറഹിമാൻ ഖാ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അബ്ദുറഹിമാൻ ഖാൻ്റെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ മെയിനായിട്ടുള്ളൊരു കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആ കല അല്ലെങ്കിൽ അധ്വാനം, പിന്നീട് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം എന്ന് പറയാം. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ തുറക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനെ ഒരു വളരെ യൂണിവേഴ്സലായിട്ട് അല്ലെങ്കിൽ ഗ്ലോബലായിട്ട് നമ്മൾ ചർച്ച തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റെഫറൻസ് പോയിൻ്റൊന്നും എല്ലാവർക്കും ഒന്നും അറിയില്ല. പകരം നമ്മളതിനെ നമ്മുടെ നാടുകളിൽ നടക്കുന്ന സാഹചര്യങ്ങളും റെഫറൻസും എടുത്തിട്ട് നമ്മൾ ഓരോ ആളുകളെ ഒബ്സർവേഷൻസ് നമുക്ക് അന്വേഷിക്കാം. അപ്പോൾ ഞാൻ ആദ്യം രഘുമാഷോടാണ് കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒത്തിരി പരിചയം സമ്പന്നനായ ആളാണ് അദ്ദേഹം. ഒത്തിരി ഗാർഡൻ ലാൻഡ്സ്കേപ്പുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി ഫിഗറേറ്റീവ് വർക്കുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം ഒരു ശില്പി എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാളല്ല, പകരം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വളരെ രാത്രി പകലും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്യുന്ന ചില സംവിധാനങ്ങളാണ്. അപ്പോൾ രഘുമാഷോട് നമുക്ക് ചോദിക്കാം, എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം, അല്ലെങ്കിൽ ഈ നമ്മൾ ലേബർ എന്നാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അതിനേക്കാളും എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
നടുക്കുള്ളൊരു വാക്കായിട്ട് എല്ലാവർക്കും എഫേർട്ടുണ്ട്, അല്ലാതെ ഒരു ലേബർ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ അല്ലല്ലോ. ഒരു എഫേർട്ടാണ് നമ്മൾ മെൻ്റലി ഫിസിക്കലി അതിൽ കൊടുക്കുന്ന ആ ഒരു അധ്വാനം എന്ന് പറയുന്ന ആ ഒരു വാക്ക് നമുക്ക് എങ്ങനെ രഘുമാഷിന് പരിചിതമാണ്, എത്രത്തോളം ആളുകൾ, പലതരം ആളുകളുണ്ട് രഘുമാഷിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്താ പറയുക, പലതരം ശില്പങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പലതരം സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ഈ രഘുമാഷും കൊച്ചിയിലെ ഒരു ഗ്രാമത്തിൽ പോയി ജീവിച്ച് താമസിച്ച് അവിടുത്തെ ഒരാളായി മാറിയ ഒരാളാണ് കാക്കത്തുരുത്ത് എന്ന് പറഞ്ഞാൽ. അവിടുത്തെ ഒത്തിരി ആളുകളെ ഒരു റൂട്ട് ലെവലിൽ ഫിലോസഫിക്കലി അല്ലാതെ റൂട്ട് ലെവൽ വളരെ മണ്ടൈനായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയ ആൾക്കാരെ പരിചിതമായിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ രഘുമാഷോട് തന്നെ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ക്വസ്റ്റ്യനായിട്ടല്ല, എങ്ങനെ ആയിരുന്നു രഘുമാഷ് നമ്മുടെ ഇത്രയും കാലം ശില്പങ്ങളൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന് ചുറ്റിപ്പറ്റിയുള്ള ആളുകളെല്ലാം സാറിനെ ബാധിച്ചത്, അല്ലെങ്കിൽ സാറിൻ്റെ ജീവിത സാഹചര്യങ്ങൾ മാറ്റിയത്, അല്ലെങ്കിൽ അതിലൂടെ സാറിന് എന്തെങ്കിലും പല കാര്യങ്ങളും ഉരുത്തിരിഞ്ഞിരിക്കാം, അതിൽ ചില കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്താൽ വളരെ നന്നായിരിക്കും. നമ്മൾ ഒരു കൂട്ടായ അധ്വാനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ തേനീച്ചയുടെ കൂട് വളരെ മനോഹരമാണ്. വളരെയധികം തേനീച്ചകൾ പണിയെടുത്തിട്ടാണ് ഒരു തേനീച്ചക്കൂടുണ്ടാകുന്നത്. പക്ഷേ കഴിഞ്ഞ 10,000 വർഷങ്ങളായിട്ട് തേനീച്ചക്കൂടിന് കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല. അത് ഇപ്പോഴും അങ്ങനെ തന്നെയുള്ള കൂടുകളാണ് ചെയ്യുന്നത്. പക്ഷേ മനുഷ്യനെ നോക്കിയാൽ അങ്ങനെയല്ല. മനുഷ്യർ കഴിഞ്ഞ 10,000 കൊല്ലങ്ങളായിട്ട് അവൻ്റെ വാസസ്ഥലങ്ങളും അല്ലെങ്കിൽ പൊതുവായ കെട്ടിടങ്ങളും എല്ലാം തന്നെ ഓരോ കാലഘട്ടത്തിലും മാറിക്കൊണ്ടിരിക്കുന്നതും പുതിയ പുതിയ മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നതും ഈ മനുഷ്യാധ്വാനം കുറയ്ക്കാൻ വേണ്ടിയുള്ള വലിയ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതും എല്ലാം കാണാമെങ്കിൽ പോലും നമുക്ക് കൂട്ടായ ശ്രമങ്ങൾ വേണ്ടി വരുന്നു. ഇന്നും നിർമ്മാണത്തിന് വളരെയധികം ആളുകൾ ഉപയോഗിക്കപ്പെടുന്നു. ഒരാളൊരു വിഷൻ, ഒരു കെട്ടിടത്തെക്കുറിച്ചൊരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു സങ്കല്പം വരച്ചുണ്ടാക്കുന്നു. അത് നിർമ്മിച്ചെടുക്കാൻ അയാൾക്ക് ഒറ്റയ്ക്ക് സാധ്യമല്ല. എന്നിരിക്കെ അയാൾ അതുമായി ബന്ധപ്പെട്ട പരിശീലനം കിട്ടിയ തൊഴിലാളികളെയാണ് ഉപയോഗിക്കുന്നത്. യാതൊരു പരിശീലനവും കിട്ടാത്തവരും അതിനകത്ത് അവരുടെ സഹായികളായി അങ്ങനെ വരുന്നവർ നീണ്ട നിരയാണ് ആ പണികൾ ചെയ്ത് അവസാനിപ്പിക്കുന്നത്. അതിൻ്റെ എല്ലാം നേതൃത്വം അത് ലക്ഷ്യം വയ്ക്കുന്ന ഒരാളുണ്ട്, അയാളായിരിക്കും എന്ന് മാത്രം. അപ്പോൾ എന്തായാലും മനുഷ്യാധ്വാനം ഇല്ലാതെ ഇതൊന്നും സാധ്യമല്ല. മറ്റ് മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യൻ അവൻ്റെ വാസസ്ഥലങ്ങൾ മോടി പിടിപ്പിക്കുന്ന രീതികളും അല്ലെങ്കിൽ അവനൊരു കുടുംബമായി മാറുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളും കുട്ടികൾക്ക് ഉള്ള പരിഗണനകളും അല്ലെങ്കിൽ പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കേണ്ടി വരുന്നത് കൊണ്ട് വീടിനോട് ചേർന്ന് പാചകപ്പുരകളും സംസാരിച്ചിരിക്കാനുള്ള സ്ഥലങ്ങളും ഇങ്ങനെ ഉള്ള ഒരുപാട് തരം കാര്യങ്ങൾ. ഇതിൽ ഈ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ ഇപ്പോൾ ബ്രെക്റ്റിനെ പോലുള്ള ആളുകൾ പറയുന്നത് പിന്നെ വായിക്കുന്ന തൊഴിലാളികളുടെ സംശയങ്ങളെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പോയട്രി പോലെ ഒരു സാധനമാണ്. അതിൽ ചോദിക്കുന്നു, ഈ ചൈനയിലെ വൻമതിൽ പണിഞ്ഞ ഒരു രാജാവാണ് പണിഞ്ഞതെന്ന് പറയുന്നു, കൂടെ ആരും ഉണ്ടായിരുന്നില്ലേ എന്നൊരു സംശയം. അലക്സാണ്ടർ ലോക കീഴടക്കി എന്ന് പറയുന്നു. കൂട്ടത്തിൽ അപ്പോൾ ഒരു ബാർബർ ചോദിക്കുന്നു, അയാളെ ഒരു ബാർബർ പോലും കൂടെ ഉണ്ടായിരുന്നില്ലേ, അതായത് ഷേവ് പോലും ചെയ്യാതെയാണോ ലോകം കീഴടക്കിയത് എന്ന് പറയുന്നത് പോലെ നമ്മൾ ചില ആളുകളുടെ പേരുകളിങ്ങനെ പറഞ്ഞിട്ട് അവരാണത് ചെയ്തത് എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഒരുപാട് പേരുടെ അധ്വാനം. ഇപ്പോൾ പിരമിഡിൻ്റെയൊക്കെ കാര്യത്തിൽ അത് വലിയ പ്രസിദ്ധമായ ഉദാഹരണമാണ്. പിരമിഡിൻ്റെ ഏറ്റവും ചെറിയ കല്ലുകൾ പോലും ഒരാൾക്ക് ഒറ്റയ്ക്കെടുത്ത് പൊക്കാൻ സാധ്യമല്ല. എന്നിരിക്കെ ലക്ഷക്കണക്കിന് കല്ലുകൾ വെച്ചിട്ട് അവർ ഇന്ന് ലോകം എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രസിദ്ധമായ ആ വലിപ്പമേറിയ ഒരു വസ്തു അവരുണ്ടാക്കിയെടുക്കുന്നു. മനുഷ്യൻ്റെ ഒരു ഇച്ഛാശക്തി, അധ്വാനിക്കാനുള്ള ഒരു താല്പര്യം. ഇപ്പം ചില ആളുകൾ മല കയറുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ പർവ്വതാരോഹകരെ ആരും നിർബന്ധിക്കുന്നില്ല മല കയറാനായിട്ട്. പക്ഷെ അവർ സ്വന്തം മനസ്സാലെ പർവ്വതങ്ങൾ കീഴടക്കുന്നു. എവറസ്റ്റിൻ്റെ മുകളിലെത്താനായി ആളുകൾ അധ്വാനിക്കുന്നു. അതും അധ്വാനത്തിൻ്റെ വേറൊന്നാണ്. അത് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഏതോ നിലയ്ക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ എന്തിനാണ് ദുർഘടമായ മലകളുടെ മുകളിലേക്ക് ആളുകൾ പിടിച്ചു കയറുന്നത്? അപകടകരമായ പാറക്കെട്ടുകളിലൂടെ പിടിച്ചു കയറുന്നവരെ കാണാം. അതിനു വേണ്ടി വരുന്ന ഊർജം, അധ്വാനം, തയ്യാറെടുപ്പ് ഇതെല്ലാം ഭയങ്കരം തന്നെയാണ്.
അപ്പോൾ ഇത് അധ്വാനം എന്ന് പറയുന്നതിന് പല കാഴ്ചപ്പാടുകൾ വരുന്നുണ്ട്. ഒരാൾ ഇപ്പോൾ ഒരു ശില്പി എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ വ്യക്തിപരമായ ഇതിലുള്ള അധ്വാനം എന്ന് പറയുന്നത് നമ്മൾ കാര്യങ്ങളെ വ്യത്യസ്തമായി എങ്ങനെ സമീപിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇല്ലാതിരിക്കുന്ന ഒരു സംഗതി അതാണ്. പട്ടണങ്ങൾ വൃത്തികേടായി കിടക്കുന്നു. യാതൊരു നിലയ്ക്കും ശുചിത്വം, നമ്മളെല്ലാം കുളിച്ച് വൃത്തികെട്ട തെരുവുകളിലേക്കാണ് ഇറങ്ങുന്നത്. അത് എന്തുകൊണ്ടാണ്? പട്ടണങ്ങളെല്ലാം അലങ്കോലമായി കിടക്കുന്നു. എല്ലായിടത്തും എന്തൊക്കെയോ പോസ്റ്ററുകളും ബാനറുകളും മൊത്തം ഒരു അടുക്കും ചിട്ടയില്ലാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് പബ്ലിക് ശില്പങ്ങളെന്ന് പറയുന്ന സംഗതിയേ ഇല്ല. കേരളത്തിൽ വളരെ കുറവാണത്. കോഴിക്കോട് കുറച്ച് ഉണ്ട്. മരിച്ചുപോയ സാഹിത്യകാരന്മാരും നാടകക്കാരുടെയും പ്രതിമകളുണ്ട്. പക്ഷെ പബ്ലിക് ശില്പങ്ങൾ നമുക്ക് കുറവാണ്. സാറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ലേബർ അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ഒരു ഹാർമണി ഇല്ലാതെ നീങ്ങുമ്പോഴാണ് ഇതൊക്കെ ഒരു പ്രശ്നമായി മാറുന്നത് അല്ലേ? ഒരു തരം ഒരു നമ്മളൊരു വാലിഡേഷൻ ഇല്ലാതെ ഒരാൾ ചെയ്യുന്ന ജോലി അതിന് നമ്മൾ പൈസ കൊടുക്കുന്നു എന്നുള്ള ഒരു കാരണത്താൽ മാത്രം അതിനെ ഒരു ജോലിയായിട്ട് കാണുകയും അതിൻ്റെ ഒരു റെലവൻസ് കാണാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പതുക്കെ ഇപ്പോൾ നമുക്കറിയാം ലോകത്തിലുള്ള എല്ലാ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ പലതരം നിർമ്മിതികളും സംഭവങ്ങളും ചെയ്ത ആ കമ്മ്യൂണിറ്റി പല സമയങ്ങളിലും വിസിബിൾ അല്ല. അപ്പോൾ വിശ്രാമം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് ആയിട്ടാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രത്യേക ആളുകൾ ഇത് ആരുണ്ടാക്കിയോ അത് അവർക്ക് വേണ്ടിയിട്ട് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വളരെ വളരെ രസകരമായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ട് കോണ്ടെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പ്രീതി മിസ്സിനോടാണ് ചോദിക്കുന്നത്. So we are going to check the context, like how the historically speaking there are a lot of representation in art. We have been watching through when you watch Andrew Rublev by Tarkovsky, he's representing the whole complication, how a bell can be made. So the whole narration is about the people who are working behind it. There are many other paintings which Potato It is one other. It's a popular example for that. Then there are some people. There are some Russian posters which is representing the labor class, the spirit of their work, and it is quite direct. And they were very conscious and to keep it to represent across the world. So do you have any observation? What do you think? Is it a familiar thing or is it a new thing? Can we bring some observation on this? Okay, before I go into the discussion, I just want to thank the organizers who've invited me here. And I must say, I feel very, very honored for being part of this program. And it gives me great joy to see the students here because there was a point of time where I have taught in school as well before entering into college life. So I know the difficulty of raising a child to an adult. So because it was a primary section that I was handling first of all. So anyway, thank you all. Thank you for I'm very happy to see the founder. I'm very happy to meet Bashir sir in the morning. What a graceful personality. And I'm just, wonderstruck at the vision of this particular organization, and I want to thank you for that. So coming into my topic, I'm probably going to address the students more than the artists who already know the works. So if you see a traditional historical narrative, like if you see how traditionally history has been written, what we notice most is the invisibility of the common people. Or at most of the time, there is no visibility of the common masses at all. That is one factor that you find in terms of traditional history. And in the second aspect that you find in traditional history is projecting history as though it is an achievement of one single individual. So like, what I was trying to read Ashley's note, and it says, who built the Taj Mahal? And it's easy for the students to say Shah Jahan. All right, but it is not Shah Jahan who built Taj Mahal. There was so many other laborers who have worked so hard behind the construction of such a beautiful monument, but it goes unseen. So when you
look in terms of Western art historical narrative, I think one of the most significant paintings that I have seen, of course, Potato Eaters is one of them, but there's another one which is much earlier to that, which is Courbe's Stonebreakers. All right, now Courbe's Stonebreakers, I find it an exclamation, or it is more a questioning on this historical traditional narrative, which talks about the achievement of an era as the achievement of one single individual. All right, now Courbe's painting was done in this period when Industrial Revolution was at its peak. There was lots of discrimination and lots of torture that was being put on a certain class of people, whereas a certain class of people enjoyed or reaped the benefits of such a revolution that was happening. And Courbe's painting shows for the very first time, it shows not in the way traditional paintings have been shown. Now, if you look at the tradition of paintings in Western context, you will see that the paintings kept on changing its size according to its subject matter. Now, the largest paintings would be given to what is known as history paintings, and history paintings were stories that glorified the narrative of the rich and the pomp. So, in this matter, if you look at this particular painting, you will find two stone breakers, as in there is a father and there is a son who's bent over and they're breaking rocks into gravel. They're breaking rocks into gravel, and the size that is given to the painting is that of a history painting. Now you may ask me, what is so significant about the size of a painting? You have to understand that history paintings were patronized by the rich, and they had large houses and mansions, so naturally a small painting could not be hung there. And also the narrative of the painting was also something that was so glorified that they wanted the entire world to see. Now, why would anyone want to see a working class people on such a large scale? So that was one revolution that he did. And the second revolution that he did was he was not showing the rich, but he was showing the working class. And the third thing is how he painted it. All right, he is using what is known as a palette knife. And in my personal opinion, palette knife does not have the smoothness of the brush that the academic painting would have. And for me personally, it reminds me of the mason with his cement. All right, so you have this very rough textured painted surface that you can find on this painting. And if you look at the people, if you look at the workers who are breaking the stones, what are these stones going to be used for? These stones are going to be laid on the railway lines, which will be used as one of the main tools of carrying out whatever that needs to be done in order to make the Industrial Revolution a success. All right, so here you have, on one side, you have this growth that is going on, and on the other side, you have the laborer class who are behind the growth. And this is what we can see in this particular painting. So this is one painting that I really like. And if you look at another aspect of this painting, you can't see the face of these workers. Now, if you see, traditionally, if you look at the paintings of the rich and the famous, of course, their face, their clothing, everything is very, very important. But in this particular case, their faces are anonymous. It is almost as though their personality didn't matter. And also the fact that the son is going to continue into the same shoes as a father, and they're going to die unnamed or faceless. Now, this was the situation at one point of time. Now, why did this painting come at that particular time period? Because of the publication of what is known as Karl Marx's Communist Manifesto. Now, this would have such an effect on the artists who took it upon themselves to actually start to show the invisible people. So when I see this work here, I am very proud to say that it is the artist community who has been used again to visualize this aspect of bringing into the visible aspect that which is invisible, which is the people who are actually the backbone of every society. Because we have to understand that, even something as little as eating rice, which is kept on our table, we have to realize that rice didn't simply come there. Your mother cooked it. But how did the rice come to your table? It is because of the labor of so many farmers, so many of the people who worked behind it, but we often don't think of them or
thank them enough. Imagine the kind of effort that they have to put in order to support this overpopulation. All right, this growing population, how much of effort has to go inside to provide for these? So for me, this particular work called The Stonebreakers is very, very important and very significant. There are other works also, maybe in the next question that he asked me, I will talk about that as well. We'll shift the discussion to Siddharth, who is familiar with one other new medium, which is video. Siddharth, like you are also a person who is very much close to this place. I heard that you were trying to document the initial, and I also asked you. Like, how do you experience this place? Like, I'm not bringing any references like Shantiniketan or any other places. Dayapuram, if it is going this space, it is going to be something different. Also, there are some movements, similar movements, like, you know, there are a lot of extreme visions forming around in this society, but still, you know, these kind of activities can dilute this some sort of unpredictable extreme vision. So the familiar one of my uncle, he's a journalist. He's also making, there is something called Kondoti Nircha. So Riaz Komu, everybody was there. So it was a kind of another relocation, some sort of rereading of cultural or, you know, the intention was to dilute the other. We have a lot of technology, but we don't have a direction to think. So similar to that, I know you are very aware of these sort of scenarios. So you are involving with Ashley. Like, what do you think Dayapuram forming as a kind of a heritage, I would say. Also the art is getting closer. How we can find a balance here? Like, do you have anything to say? Yeah, of course. ആഷ്ലിക്ക് എൻ്റെ ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ടാണ് തോന്നുന്നു, മലയാളത്തിൽ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ ബിക്കോസ് ഞാൻ ജീനിയസ് ആയതിൻ്റെ ഏതിലേക്ക് വേണമെങ്കിലും സ്വിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളത് സോറി. എനിവേയ്സ് ഓക്കെ ഞാൻ പെട്ടെന്ന് ഒരു I will come to a point. Before that, I would like to take some time. എനിക്ക് തോന്നുന്നു നമ്മുടെ ഉദ്ഘാടകനായ അബ്ദുറഹ്മാനിക്ക ഫ്രണ്ടിലോട്ട് ഒന്നിരിക്കുക, നിങ്ങളൊന്ന് കാണട്ടെ. വരി ഇക്കാ, നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ട് വന്നിരിക്കണം. നിങ്ങൾ വാ, നിങ്ങൾ അവിടെ ഇരുന്ന് ഉദ്ഘാടനം ചെയ്താൽ പോരാ, നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട്. ഓക്കെ, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഒബ്സർവ് ചെയ്യുന്ന ആളുകളാണെന്ന് തോന്നുന്നു. അപ്പം അതിനകത്ത് ഇങ്ങനെ ചില മലയാളം ട്രോൾസിൻ്റെ മീംസിനകത്ത് പുലിവാൽ കല്യാണം എന്ന് പറയുന്ന സിനിമയുടെ ഒരു മീം വരാറുണ്ട്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അതിൽ ലാലു അലക്സിൻ്റെ ക്യാരക്ടർ വരുന്ന വഴിക്ക് ദേഹത്ത് ചെളിയായിട്ട് ആ ഡ്രസ്സ് മാറ്റി വേറെ ഡ്രസ്സ് ജയസൂര്യ വാങ്ങിച്ചു കൊടുക്കുന്ന ഭയങ്കര കടും നിറത്തിലുള്ളൊരു ടീഷർട്ടും ഒക്കെയാണ്. അപ്പോൾ ഇതൊരു ബിസിനസ് മീറ്റിലോട്ടാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ജഗതി ശ്രീകുമാറിൻ്റെ ക്യാരക്ടറിനോട് ആ സ്യൂട്ട് എടുത്തിട്ട് ലാലു അലക്സ് ഇട്ടിട്ട് ഇത് ജഗതി ശ്രീകുമാറിൻ്റെ ക്യാരക്ടറിന് കൊടുക്കും. അപ്പം ഈ ബിസിനസ് മീറ്റിൻ്റെ ഫ്രണ്ട് റോയിൽ കുറേ സ്വീറ്റ് ഇട്ട ആളുകളുടെ കൂട്ടത്തിൽ ഈ ജഗതി ശ്രീകുമാറിൻ്റെ ക്യാരക്ടർ മാത്രം ഇങ്ങനെ ഈ ഭയങ്കര ഹാർഷ് കളറിലുള്ള ടീഷർട്ടും കാർഗോസും ഒക്കെ ഇട്ടിരിക്കുന്നൊരു മീമുണ്ട്. വളരെ പ്രസിദ്ധമായ മീമാണ്, കണ്ടിട്ടുണ്ടെന്ന്. ഏകദേശം അതുപോലത്തെ ഒരു മീമിൻ്റെ അവസ്ഥയിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. കാര്യം ഇവരൊക്കെ വളരെ വളരെ ആർട്ടിസ്റ്റിക്കായിട്ടും ഈസ്തെറ്റിക്കായിട്ടും ഒക്കെ സംസാരിക്കാനും അല്ലെങ്കിൽ കലയെ കാണുന്ന ആളുകളുടെ ഇടയിൽ ഞാൻ വന്നിട്ടിങ്ങനെ നമ്മൾ തമാശ പറഞ്ഞിട്ട് ഒത്തിരി ആളുകൾ ഇരിക്കുമ്പോൾ അതിനെ വെറുതെ സമയം ഒരു കാര്യം പഠിച്ചു, ഒരു പെയിൻറ്റിങ്ങിൻ്റെ പേര് പഠിച്ചു. അതെ 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 അതെ. അപ്പോൾ ആ അവസ്ഥയിൽ തന്നെയാണ്. അപ്പോൾ ഏറെക്കുറെ കുറേ പേര് ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ നിങ്ങളൊക്കെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് കമ്മിങ് ടു ദ പോയിന്റ്, ദയാപുരത്തെ സംബന്ധിച്ചിടത്തോളം
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആസ് ആഷ്ലി സെഡ്, ദേവരം ഒരു കൾച്ചറാണ്, ഇറ്റ്സ് എ കൾച്ചർ. അതിൽ ഇപ്പോൾ ദയാപുരത്തിനൊരു 10-15 വർഷമായിട്ട് ദയാപുരത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഓരോ വർഷം കഴിയും തോറും, അല്ലെങ്കിൽ ഞാൻ ഓരോ പ്രാവശ്യം ഇവിടെ വരും തോറും ദയാപുരം ഭയങ്കരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഏത് തരത്തിലാണ് ദയാപുരം എന്ന് പറയുന്ന സ്ഥാപനം ഡെവലപ്പ് ആവുന്നത്? ഒരു 10 നില കെട്ടിടം ഇവിടെ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വലിയൊരു സംഭവം ഉണ്ടാവുന്നില്ല. പകരം ഇവിടെ ഡെവലപ്പ് ആവുന്നത് കുറേ അധികം ബെഞ്ചുകളുടെ എണ്ണം കൂടുകയാണ്, കുറേ ഇരിപ്പിടങ്ങളുടെ എണ്ണം കൂടുകയാണ്. അത് ഭയങ്കര ഒരു ഡെവലപ്മെൻറ്റാണ് ആക്ച്വലി. നമ്മളൊരു 50 നില കെട്ടിടം പണിയുന്നതിനേക്കാളും വലിയ ഒരു സാമൂഹ്യ മാറ്റമാണ് കുറേ ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കുകയും അവിടെ കുറേ ആളുകൾ വന്നിരിക്കുകയും അവർ കുറേ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നു. സോ ഞാൻ പറഞ്ഞു വന്ന, അപ്പോൾ അത്തരം സ്പേസുകൾ ഉണ്ടാകുക എന്നുള്ളതാണ്. നമ്മൾ പല സമയങ്ങളിലും, ഇപ്പോൾ സ്വാഗതം പറഞ്ഞ ടീച്ചറും ആഷ്ലിയും ഒക്കെ ഉപയോഗിച്ചൊരു വാക്കാണ് ഒരു ഇടം എന്ന് പറയുന്നത്. ആ ഒരു സ്പേസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം അങ്ങനെ കൂടെ ഇരിക്കാനും ഒരു സമത്വത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഒരു ഭയങ്കരമായ ആശയം അത്തരം സ്പേസുകളിലൂടെ സ്പ്രെഡ് ചെയ്യാനും ഈ ദയാപുരം ഓരോ ഡെവലപ്മെൻറ്റിലൂടെ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഇപ്പോൾ ഈ ഏറ്റവും ലാസ്റ്റിലായിട്ടുണ്ടായിട്ടുള്ള ഈ ശില്പ അല്ലെങ്കിൽ വിശ്രാമം പോലെയുള്ള പണിക്കാരുടെ തോപ്പ് പോലെയുള്ള കൺസെപ്റ്റുകളിൽ പോലും അത്തരം ഒരു സ്പേസ് ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നുണ്ട്. നമുക്ക് മുകളിലേക്കല്ല സ്പേസ് ഉള്ളത്, ആ ഭൂമിയുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, ഈവൻ ആ ശില്പത്തിൽ പോലും എനിക്ക് അറിഞ്ഞുകൂടാ ഹൗ ടു റീഡ് ഒരു പെയിൻറ്റിങ് അല്ലെങ്കിൽ ഒരു സ്കൾപ്ചർ എങ്ങനെ റീഡ് ചെയ്യണം എന്നുള്ളതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ലെങ്കിൽ പോലും ഈവൻ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്കൾപ്ചറിൽ ഇപ്പം ഒബ്വിയസ്ലി നിങ്ങൾ ആർട്ടിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഡെത്ത് ഓഫ് ആൻ ഓതർ എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് പിന്നെ ഏത് രീതിയിലും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. എനിക്കതിനകത്തൊരു മരം എന്നതിനേക്കാൾ ഉപരിയായിട്ട് അതിനൊരു വേര്, ഒരു തലകുത്തി നിൽക്കുന്ന ഒരു മരമായിട്ടാണ് എനിക്കതിനെ കാണാൻ സാധിക്കുന്നത്. കാര്യം അതിൻ്റെ മരം വളരുന്നത് ഈ ഭൂമിയിലേക്കാണ്, അതിൻ്റെ വേരാണ്, ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നൊരു വേരായിട്ടാണ് എനിക്കതിനെ കാണാൻ സാധിക്കുക. അപ്പം നമ്മൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ, ഇപ്പം ഞാൻ തിരുവല്ല എന്ന് പറയുന്ന സ്ഥലമാണ്, അവിടെയൊക്കെ ഓരോ സ്ഥലങ്ങളെ അടയാളപ്പെടുത്തുന്ന ഓരോ മരങ്ങളുടെ പേരിലാണ്. ഇത്തിത്താനം, അതുപോലെ പിന്നെ ഇങ്ങനെ ഓരോ ആഞ്ഞിലിത്താനം, അപ്പോൾ ഈ ആഞ്ഞിലി, ഇത്തി, ഇങ്ങനെ ഓരോ മരങ്ങളാണ് ഓരോ സ്ഥലങ്ങളെ അടയാളപ്പെടുത്തുന്നത്. ഓരോ ഇത് പറയുന്നത്, നിങ്ങൾ ആ ആലിൻ്റെ അവിടെ നമ്മുടെ ഡയറക്ഷൻസ് പറയുന്നത് ഫുള്ള് ഇത്തരം മരങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ സ്പേസിനെ അടയാളപ്പെടുത്തുന്നത് ഈ മരങ്ങൾ എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ശില്പത്തിൻ്റെ പുറകിലുള്ള ആ പ്ലോ എന്ന് അല്ലെങ്കിൽ ആ കലപ്പ എന്ന് പറയുന്ന സാധനത്തിൽ അകത്തും എനിക്ക് കാണാൻ സാധിച്ചത് ഒരു ക്ലോക്കായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. 2 സെക്കൻഡ് സൂചിയും മിനിറ്റ് സൂചിയും അവർ സൂചിയും ഉള്ളൊരു ക്ലോക്കായിട്ടാണ് എനിക്കത് കാണാൻ സാധിച്ചത്. അപ്പോൾ ടൈമും സ്പേസിൻ്റെയും ഒരു എന്താ പറയുന്നത് കൃത്യമായൊരു അനുപാതം ആ സ്കൾപ്ചറിനകത്ത് ഭയങ്കരമായിട്ട് നമുക്ക് അത് ഈ ദയാപുരം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലവും അവിടെ നടക്കുന്ന ആക്ഷനുമായിട്ട് ഭയങ്കരമധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുതന്നെയാണ് ആ ശില്പത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് കണക്കാക്കുന്നത്. ലൈറ്റായിട്ട് കൊണ്ടുവന്ന് വീണ്ടും സിദ്ധാർത്ഥ നിങ്ങളെ സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ ആലോചിപ്പിക്കുന്നുണ്ട് അല്ലേ? ചിന്തിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ ഇരിപ്പിടങ്ങളും സിദ്ധാർത്ഥ പറഞ്ഞ കുറേ കാര്യങ്ങൾ, പിന്നെ മരമല്ല, അത് തിരിച്ചുള്ള വേരാണ് എന്ന് പറഞ്ഞാൽ പല നല്ല തരം ഒബ്സർവേഷൻസ് നമുക്കൊന്ന് വളരെ ഇവോക്കിംഗ് ആയിട്ടുള്ള ഒബ്സർവേഷനാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ആ ഒരു കലാസൃഷ്ടി ഇത് സംവദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു മഞ്ഞ ഷർട്ടിട്ട ഒരാളാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, സരം സി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവൻ്റെ അടുത്തേക്ക് വരാം. ആദ്യം സുധീഷ് എന്ന് പറയുന്നത്, സുധീഷ് കെ ഞാൻ പറഞ്ഞ പോലെ പെയിൻറ്ററാണ്. ഞാൻ ഒരു കാര്യം വിട്ടുപോയി, അദ്ദേഹം കുറേ കാലങ്ങളായി പിന്നെ ഈ കലാസ്ഥാപനങ്ങളൊന്നും ഡിപ്പെൻഡ് ചെയ്യാതെ കല പഠിപ്പിക്കുന്നുണ്ട്. കോഴിക്കോടുള്ള ഒത്തിരി സ്ഥാപനങ്ങളും എസ് കെ പൊറ്റക്കാടിൻ്റെ സെൻറ്ററിലൊക്കെ ഒത്തിരി കാലങ്ങളായിട്ട് സുധീഷ്
കല വിദ്യാഭ്യാസം നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഒരു ക്യാമ്പസിൽ ഇങ്ങനെ ഒരു ആർട്ടിൻ്റേതായ ഒരു അല്ലെങ്കിൽ കല അസോസിയേറ്റഡ് ആയിട്ടുള്ള കല ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാനസികമായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻവയൺമെൻറ്റ് എങ്ങനെയാണ് മാറ്റുന്നുണ്ടോ അല്ലെങ്കിൽ അതിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ടോ എന്ന് സുധീഷിന് പറയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ ഒന്ന് നമ്മളോട് സംവദിക്കുകയാണെങ്കിൽ നല്ലതാണ് സുധീഷ്. ഒരു 1997 മുതൽ അധ്യാപകനാണ്, സ്ഥിരമായിട്ടൊരു അധ്യാപകനാണ്, കലാധ്യാപകനാണ് വിവിധ സ്കൂളുകളിൽ. പലപ്പോഴും നമ്മളൊരു സ്കൂളിൽ ഉള്ളൊരു പ്രൊജക്റ്റാണിത്. സ്കൂളിൽ നിന്നുണ്ടായുള്ളൊരു ചിന്തയും ആ ചിന്തയെ ഏത് രീതിയിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫിലോസഫി എങ്ങനെ കാണിക്കാൻ പറ്റും, വിസിബിൾ ആക്കാൻ പറ്റും എന്നുള്ളൊരു ആലോചന എന്നാണ് ഈ പ്രൊജക്റ്റ് ഉണ്ടായത്. പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം, നമ്മൾ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. നമ്മൾ LKG UKG പിന്നെ 10ാം ക്ലാസ് വരെ, LKG UKG 2 വർഷം, 10ാം ക്ലാസ് വരെ 10 വർഷം, 12 വർഷമായി. പിന്നെ ഡിഗ്രി 3 വർഷം, 15 വർഷം. പിന്നെ PG 16-17 വർഷം. ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത്, ശരാശരി ആയുസ് എന്ന് പറഞ്ഞാൽ 60-70 വർഷം മാക്സിമം ഒരു 100 വയസ്സ് 90 വയസ്സ് വരെയൊക്കെ കിട്ടിയെങ്കിൽ ഭാഗ്യം. അപ്പോൾ ഇത്ര ഒരു മനുഷ്യായുസിൻ്റെ 1/3 ഭാഗമെങ്കിലും നമ്മൾ സ്കൂളിലാണ് ചിലവഴിക്കുന്നത്. ഈ സ്കൂളിൽ ചിലവഴിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷാകർത്താക്കളെ കാണുന്നത് വൈകുന്നേരം അവരെന്തെങ്കിലും ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പം ചിലപ്പോൾ രാത്രിയായിട്ടുണ്ടാവും. അപ്പോൾ അവരായിട്ടുള്ളൊരു ആശയവിനിമയം കുട്ടികളെ സംബന്ധിച്ചോളം ഈ ഒരു 27 വർഷം എന്ന് പറയുന്നത്, 17 വർഷം എന്ന് പറയുന്നത് വളരെ വളരെ ചെറിയ രീതിയിലേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ കുട്ടികൾ കാണുന്നതും ഇടപഴകുന്നതും ജീവിക്കുന്നതൊക്കെ നമ്മൾ കുട്ടികൾ എന്നല്ല, നമ്മളൊരു യൗവനം വരെ നമ്മൾ ചിലവഴിക്കുന്ന സ്ഥലം മുഴുവൻ സ്കൂളുകളോ അല്ലെ കോളേജുകളോ ആണ്. എന്നിട്ട് ഈ 17-18 വർഷം നമ്മൾ പഠിച്ചിട്ട് പിന്നീട് നമ്മളൊരു നല്ല മനുഷ്യനാകുന്നുണ്ടോ, അല്ലെങ്കിൽ എന്ത് വാല്യൂ ആണ് നമ്മൾ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉത്തരം കിട്ടുന്നത് സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളിൽ നിന്നാണ്. ഒരു പത്രം എടുത്ത് നോക്കിയാൽ തന്നെ രാവിലെ എത്ര വാർത്തകൾ, വളരെ മോശമായുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ മയക്കുമരുന്ന് പിടിക്കുന്നു, ഇത് കൊലപാതകം, ഇങ്ങനെ ഓരോ വർഷവും കൂടി വരുന്ന അക്രമാസക്തമായിട്ടുള്ളൊരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്രയും വയലൻസ് കൂടുന്നു, മറ്റു പല കാര്യങ്ങളും കൂടിക്കൊണ്ടിരിക്കുമ്പോൾ. പക്ഷെ നമ്മൾ PG വരെ പഠിക്കുന്ന, ഇപ്പം മിക്കവാറും എല്ലാ കുട്ടികളും തന്നെ ഡിഗ്രി വരെയെങ്കിലും പഠിച്ചു പോകുന്നുണ്ട്. പഴയ പോലെയല്ല, പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, പഠിക്കുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇതൊക്കെ വർദ്ധിച്ചു വരുന്നു എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള ഒരു കുഴപ്പമെന്ന് പറയുന്നത്, നമ്മൾക്ക് ഒരിക്കലും അതിനൊരു ദാർശനികമായുള്ളൊരു കാഴ്ചപ്പാടിൽ കാണുന്നില്ല. അതൊരു പ്രത്യേക തരത്തിലുള്ള കച്ചവടം, ആ കച്ചവടത്തിൻ്റെ ഭാഗമായുള്ള കണക്കുകളൊക്കെ ആയിട്ട് ഈ വിദ്യാഭ്യാസം പോകുന്നത് കൊണ്ടും, ഇതേപോലെ കുട്ടികളെ ഒരു ഫിലോസഫിയിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ പലപ്പോഴും ആലോചിക്കുന്നതിന് എനിക്ക് പ്രധാനപ്പെട്ട കാരണം തോന്നിയുള്ളത്, ഒരു സൗന്ദര്യശാസ്ത്രം ആണ് പലപ്പോഴും ഒരു ദാർശനികതയെ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ ചിത്രങ്ങളോ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായുള്ള, ഇപ്പോൾ ഇന്ത്യയിലുള്ള ഏത് കാര്യങ്ങളും, ഇപ്പോൾ ചോള ശില്പങ്ങളോ ഏത് അജന്തയൊക്കെ ആണെങ്കിൽ തന്നെ അതൊക്കെ ഒരു ഫിലോസഫീൻ്റെ ദർശനത്തിൻ്റെ അവസാനം വരുന്ന, അതിനെ വിസിബിളാക്കുന്ന ഒരു പ്രവൃത്തി മാത്രമാണ്. ഈ കല എന്ന് പറയുന്നത് ഒരു കാഴ്ചപ്പാടിനെ, ഒരു ദർശനത്തിനെ പൂർത്തിയാക്കുന്ന ഒരു അവസാനത്തെ വിസിബിളാക്കുന്ന അവസാനത്തെ ഒരു കാര്യം മാത്രമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും നമ്മളെ ക്യാമ്പസുകളിലില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, കേരളത്തിൽ ഏത് ക്യാമ്പസിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഇതേപോലെയുള്ള ഒരു ശില്പങ്ങളോ അല്ലെങ്കിൽ ഇടങ്ങളോ, ഇരിക്കാനുള്ള ഇടങ്ങളോ, ഇരിക്കാന്ന് പറയുന്നത് അത് വെറുതെ ചുമ്മാ കസര ഉണ്ടാക്കിയിട്ടല്ല, നമുക്കറിയാം ആ ഇരിക്കുന്ന ഒരു സ്ഥലത്തിനെ കുറിച്ച് ആലോചിക്കുന്നത് തന്നെ ഒരു ഫിലോസഫിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മൾ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിദ്യാഭ്യാസത്തിൻ്റെ കാഴ്ചപ്പാടിലോ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് വയലൻസോ അല്ലെങ്കിൽ സമരങ്ങളോ, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ, വളരെ വളരെ അപൂർവമായുള്ള ചില സ്കൂളുകളോ കോളേജുകളോ മാത്രമോ ഇത്തരം ഒരു ഫിലോസഫിനെ മുന്നോട്ട് വെക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ശില്പത്തിന് വളരെ മനോഹരമായുള്ളൊരു ശില്പമാണ്. ഈ ശില്പം ഒരു പക്ഷേ നേരത്തെ നിങ്ങളെ പ്രിൻസിപ്പൾ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക ഈ സ്കൂളിലെ കുട്ടികളെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പിറകിലുള്ള അധ്വാനം
ത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് സത്യത്തിലൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളുടെ ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ അത് നമ്മളെ ഒരു എന്താ പറയുക, ഒരു സ്കൂൾ മുന്നോട്ട് വെക്കുന്ന ഒരു നയം കൂടിയാണ്. ഞങ്ങൾ ഇങ്ങനെയാണ് കുട്ടികളോട് പറയാൻ പോകുന്നത്, ഇതാണ് ഞങ്ങളുടെ ഫിലോസഫി, ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറയുന്നത്. അതൊരു ശരിക്കും ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമാണ്, ഒരു പദ്ധതിയാണ്. ഒരു സ്കൂള് ഔട്ട് ഓഫ് ദി സിലബസ്, അതായത് ടെക്സ്റ്റ് ബുക്കുകളിൽ അല്ലെ ക്ലാസ് റൂമുകളിലുള്ള ഒരു ചതുരത്തിനകത്ത് നടക്കുന്ന ഈ ഒരു ട്യൂഷൻ പോലുള്ള സമ്പ്രദായത്തിനെ അട്ടിമറിച്ചുകൊണ്ട് പുറത്ത് ലോകത്ത് ഈ ക്യാമ്പസാണ് സ്കൂൾ. ഇപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സംഭവങ്ങളൊന്ന് ബാല എന്നുള്ള ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു. ബിൽഡിംഗ് പോലും ഒരു പാഠ്യവസ്തുവാക്കുന്ന രീതിയിൽ സ്കൂളിൻ്റെ ബിൽഡിംഗ് ഒരു പാഠവസ്തുവാക്കുകയും എവിടെ നോക്കിക്കഴിഞ്ഞാലും തോട്ട് പ്രൊവോക്കിംഗ് ആയുള്ള ചിന്തകൾ ഉണ്ടാക്കുന്ന സൃഷ്ടികളോ അല്ലെങ്കിൽ കലാസൃഷ്ടികളോ അല്ലെങ്കിൽ കണക്കോ മറ്റ് സബ്ജക്റ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചില പസിൽസ്, ചില രൂപങ്ങൾ, നിർമ്മിതികളൊക്കെ കാണുമ്പം കുട്ടികൾ സത്യത്തിൽ ഭയങ്കരമായിട്ട് മാറും. നേരെ മറിച്ച് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ കൃത്യമായിട്ടും വൃത്തിയും വെടുപ്പുള്ള ചില ചതുരങ്ങളിലേക്ക് കുട്ടികളെ മാറ്റുകയും ബ്ലാങ്ക് ആയിട്ടുള്ള സർഫസിനകത്ത് കുട്ടികൾ ട്യൂഷന് വന്ന പോലെ പഠിച്ച് പോവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണുള്ളത്. അപ്പം ഇതിന് പുറത്തുള്ള എൻവയൺമെൻറ്റാണ് പലപ്പോഴും ഒരു അധ്യാപകം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയുള്ള ഒരു സ്കൂളിന് നൽകാവുന്ന ഏറ്റവും മാത്രമായുള്ള കാര്യം, ഈ സ്കൂളിന് പുറത്തുള്ളൊരു സ്പേസിനെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുകയും ഇതാണ് നിങ്ങളുടെ സ്പേസ്, നിങ്ങൾ ഇവിടെ ഇരിക്കണം എന്ന് പറയുമ്പോൾ ഒരു പബ്ലിക് ലൈഫിന് നാളെ പുറത്ത് പോകുമ്പോൾ നാളെ എങ്ങനെ ഒരു പബ്ലിക്കിൽ ബിഹേവ് ചെയ്യണം അല്ലെ പെരുമാറണം, ഒരു സമൂഹത്തിന് എങ്ങനെ കാണണം എന്നുള്ളൊരു ചിന്തയിലേക്ക് കുട്ടികളെ നയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഗ്രേറ്റ്. വളരെ ബ്രീഫായിട്ടാണ്, വളരെ പ്രോപ്പറായിട്ട് നമ്മളൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഉള്ള കാര്യങ്ങളാണ് സുധീഷേട്ടൻ നമ്മൾ ഷെയർ ചെയ്ത്. നമ്മൾ ഇപ്പോൾ മഴ പെയ്യാനും പിന്നെ ഒത്തിരി വിദ്യാർത്ഥിനികൾക്ക് വേറെ എന്തൊക്കെയോ അസൈൻമെൻ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളൊരു 40 മിനിറ്റാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചത്. ഇതൊരു തുടക്കം മാത്രമാണ് ഈ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, ഒത്തിരി കഥകളും. രഘുമാഷൊക്കെ സംസാരിക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കഥകളും പലതരം ചോദ്യങ്ങളും വരും. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി വേറൊരു സദസ്സ് പിന്നീട് നമ്മൾ കണ്ടെത്തുന്നതായിരിക്കും. ഇപ്പോൾ ഈ സനത്തിനോട് എൻ്റെ ഒരു ഒബ്സർവേഷൻ ഈ ഒരു വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സനത്തിൻ്റെ പെയിൻറ്റിങ്ങുകളും അധികം ലാൻഡ്സ്കേപ്പുകളാണ്, ഒത്തിരി മരങ്ങളും അതിൻ്റെ ഉള്ളിലുള്ള കുറേ ഇടങ്ങളുമാണ്. അപ്പോൾ ആ ഒരു ഇടം നമ്മുടെ ആ സ്കൾപ്ചർ ഫോം മാത്രം നോക്കാതെ മൊത്തത്തിൽ അതിൻ്റെ അങ്ങനെ ലിയോണും സനം കൂടി ആലോചിച്ചിട്ടാണ് ആ മൊത്തം ഏരിയയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ മരങ്ങൾ എന്താണ് ശില്പത്തിൽ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ മരങ്ങൾ, ഞാൻ സനത്തിനോടുള്ളൊരു ക്വസ്റ്റ്യനാണ്, അത് കുറേ മരങ്ങൾ അതിൽ ഒതുക്കുകയാണോ അല്ലാതെ ആ മരങ്ങളൊക്കെ നമ്മൾ ഉള്ളിലേക്ക് സ്വാംശീകരിക്കുകയാണോ ചെയ്യുന്നത് എന്നാണ്. പലതരം അർത്ഥങ്ങളല്ല കലയിൽ നോക്കുന്നത്, അതിൻ്റെ സാഹചര്യത്തിലേക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി കല ആസ്വദിക്കാനും അല്ലെങ്കിൽ ശില്പങ്ങളെ നിരന്തരം നോക്കുമ്പോൾ എന്നു രാവിലെ ഒന്ന് നോക്കുമ്പോൾ ചിലപ്പം ഒരു കവിത ഉണ്ടായേക്കാം, അതൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട അതിഥികളായുള്ള ബഷീർ സാറും CT സാറും ആക്ച്വലി എല്ലാവർക്കും ബഹുമാനപൂർവ്വം നമ്മൾ ഇതിൻ്റെ ഈ ഡിസ്കഷന് നന്ദി പറയുന്നു. പിന്നെ സനവും അബ്ദുറഹ്മാൻക്കെയും ഒരു കെമിസ്ട്രി എന്ന് പറയാൻ പറ്റില്ല, ഒരുതരം ഒരു പ്രത്യേകതരം സംവേദനം നടന്നിട്ടുണ്ടെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. അതാണ് നമ്മുടെ ഈ ശില്പത്തിൻ്റെയും ഈ വിശ്രാമത്തിൻ്റെയും ഒരു ഫസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത്. നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക്സ്. വിശ്രാമം എന്ന നിർമ്മിതിയുടെ ആർട്ടിസ്റ്റിക് ഹെഡ് ലിയോൺ KL, ശില്പി സനം നാരായണൻ എന്നിവർക്ക് ദയാപുരത്തിൻ്റെ സ്നേഹോപഹാരം സമർപ്പിക്കുന്നതിനും ആശയപ്രഖ്യാപനം നടത്തുന്നതിനുമായി ദയാപുരം പേട്രൺ CT സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിയാണെന്ന് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നടന്ന് ഏകദേശം പൂർത്തിയാവാറായത്. ദയാപുരത്തിൻ്റെ ചരിത്രത്തിൽ 40 വർഷത്തെ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന, അടയാളപ്പെടുത്തപ്പെടുന്ന
ഒരു പ്രധാനമായ പരിപാടി എന്ന് നമുക്ക് ഇതിനെ സംബന്ധിച്ച് വാസ്തവമായി തന്നെ വിലയിരുത്താവുന്നതാണ്. വളരെ സമയം വളരെ പരിമിതമായതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എഴുതി കൊണ്ടുവന്ന ഏതാനും വരികൾ മാത്രം പറഞ്ഞ് പ്രസംഗം നീണ്ടുപോകുന്നതിനെ ഭയന്നിട്ട് അതിൽ ശരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ നമ്മോട് സഹകരിച്ച എല്ലാ അതിഥികൾ എന്ന് പറയാൻ പറ്റില്ല, ഇവരൊക്കെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളാണ് എന്ന സങ്കല്പത്തോടു കൂടി എല്ലാ അധികാരത്തോടു കൂടിയും അവർക്ക് ദയാപുരത്തെ കാണാൻ കഴിയും. അങ്ങനെ ദയാപുരത്തിൻ്റെ പുരോഗതിയിൽ കലാപരവും സാംസ്കാരികവുമായ വ്യത്യസ്തമായൊരു പാത കുറേ കൂടി ഭംഗിയായി നിർവഹിക്കുന്നതിനും നിറവേറ്റുന്നതിനും വേണ്ടി നമ്മോടൊപ്പം ഇവരുണ്ടായിരിക്കും, ഈ കലാകാരന്മാരുണ്ടായിരിക്കും എന്ന വിശ്വാസത്തോടും എന്ന പ്രതീക്ഷയോടും കൂടി ഞാൻ 2 വാക്കുകൾ മാത്രം പറയാം. മനുഷ്യൻ്റെ സങ്കല്പവും അധ്വാനവും കൂട്ടായ്മയും മൂല്യബോധങ്ങളും ആണ് ലോകത്തെ പണിയുന്നതും മാറ്റിപ്പണിയുന്നതും. എന്ത് ഉൽപ്പന്നം കാണുമ്പോഴും ഉപയോഗിക്കുമ്പോഴും അതുണ്ടാക്കുന്നതിന് അധ്വാനിച്ച വിരലുകളെ ഓർക്കാൻ നാം ഓരോരുത്തർക്കും കഴിയണം. ദയാപുരത്തിനു വേണ്ടി പുല്ലരിഞ്ഞ, പാത്രങ്ങൾ കഴുകിയ, വഴി അടിച്ചുവാരി വൃത്തിയാക്കിയ ഓരോ ആളും ഓരോ വ്യക്തിയും ഒരുക്കിയ വഴിയിലാണ് നടക്കുന്നത് എന്ന് ഒരിക്കലും നാം മറന്നുകൂടാ. അങ്ങനെ തൻ്റെ ഊർജവും ശ്രദ്ധയും ദയാപുരത്തിനു വേണ്ടി നിസ്വാർത്ഥമായി ചെലവിട്ട ഒരാൾക്കും ഈ വളപ്പിൽ അന്യത്വം തോന്നിക്കൂടാ. ഇങ്ങനെ ഉടമസ്ഥാബോധത്തോടെ ജോലി ചെയ്യാൻ എന്നും അവർക്കാവണം. സ്ത്രീകളായ ജോലിക്കാരുടെ പ്രയാസങ്ങളെ പ്രത്യേകം മനസ്സിലാക്കുന്ന രീതി ദയാപുരത്ത് എന്നും നിലനിൽക്കണം. ദയാപുരത്തിൻ്റെ മനസ്സ് എന്നും ജോലിയെടുക്കുന്നവരുടെ കൂടെയാവണം. അധ്വാനത്തിൻ്റെ പ്രാധാന്യത്തെ, അധ്വാനിക്കുന്നവരുടെ ക്ഷേമത്തെക്കുറിച്ചുള്ള നൈതിക ബോധം ജീവിതത്തിൽ ഉടനീളം പാലിക്കാനും ചുറ്റുപാടുകളിലേക്ക് പടർത്താനും ദയാപുരത്തുകാർ എന്നും തയ്യാറാവണം എന്നതാണ് എനിക്ക് നമ്മുടെ ഈ ദയാപുരത്തെ കുട്ടികളോടും പ്രവർത്തകരോടും ടീച്ചേഴ്സിനോടും മറ്റ് എല്ലാ വിധത്തിലുള്ള ജോലികളും ചെയ്യുന്നവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഇതിന് നമുക്ക് എല്ലാവിധ ദൈവികമായ അനുഗ്രഹവും ഉണ്ടാവട്ടെ. ഇവർക്കൊക്കെ തന്നെ എല്ലാ കാലത്തും ദയാപുരത്ത് വന്നു പോകാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. വിശ്രാമം. അധ്വാനത്തിനെ ഓർക്കാനായി ദയാപുരത്ത് ഒരു തോപ്പ്. ദയാപുരം വ്യത്യസ്തമാകുന്ന കാരണങ്ങളിൽ ഒന്നുകൂടെ ഇന്നിവിടെ ചേർക്കപ്പെടുകയാണ്. പലപ്പോഴും ഇന്നത്തെ തലമുറ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന വാക്കിൻ്റെ പദം പലപ്പോഴും മറന്നു പോവുകയാണോ അല്ലെങ്കിൽ അറിയാതാവുകയാണോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ആളുകളുടെ അധ്വാനം നമ്മൾ പലപ്പോഴും കാണാണ്ടാവുകയാണ്. ദയാപുരം എന്ന സ്ഥാപനം വർക്ക് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ രാവിലെ നമ്മൾ കോളേജിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ സ്കൂളിലേക്ക് എത്തുന്നു. ആദ്യം നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത് നമ്മുടെ ചേച്ചിമാരുടെ പേരുകളായിരിക്കാം, അല്ലെങ്കിൽ അബ്ദുൾ റഹ്മാനിക്ക, അല്ലെങ്കിൽ ചന്ദ്രേട്ടൻ, ഇതുപോലെയുള്ളവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മൾ കോളേജ് അല്ലെങ്കിൽ സ്കൂള് സക്സസ്ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ വിശ്രാമം എന്ന് പറയുന്ന ഒരു ശിലാരൂപം സ്ഥാപിക്കപ്പെടുകയും അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇത് ഈ തലമുറ മാത്രമല്ല, വരും തലമുറയ്ക്കും ഇത് അധ്വാനത്തിൻ്റെ മഹത്വവും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ്. ആഷ്ലി സർ കുറിച്ചതുപോലെ ഒരു ഗ്ലാസ് വെള്ളം നമ്മുടെ മുന്നിൽ വരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു അധ്വാനമുണ്ട്. ആ അധ്വാനം നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അവരോട് എന്നും കടപ്പെട്ടിരിക്കണം. ഈ ഒരു ആശയം നമ്മളിലേക്ക് എത്തിച്ചത് നമ്മുടെ പാട്രൺ CT സാറാണ്. സാറിൻ്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഈ ഒരു ആശയം നമ്മൾ ഓരോരിലേക്ക് എത്തിക്കപ്പെട്ടിരിക്കുന്നു. സാറിന് ഞാൻ ഈ ഒരു സമയത്ത് എൻ്റെ പേരിലും ദയാപുരത്തിൻ്റെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു.